أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفلا يتدبرون القرآن أم على قلوب أقفالها. ഈ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ, ബഹുമാന്യനായ ഉദ്ഘാടകൻ KC മുഹമ്മദ് മൗലവി മാറഞ്ചേരി, പൊന്നാനിയിലെ ഈ പ്രഭാഷണം കേൾക്കുന്നതിന് വേണ്ടി ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, വ്യത്യസ്ത ചിന്തകളിലും ആശയങ്ങളിലുമൊക്കെ ജീവിക്കുന്ന സഹൃദയരെ, വളരെ ദൂരെ ഉച്ചഭാഷണിയിലൂടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരരെ, വിശുദ്ധ ഖുർആനും സമകാലീന മുസ്ലിങ്ങളും എന്ന വിഷയത്തിലാണ് അതീവ ഗൗരവമായ ഒരു ചർച്ച ഇവിടെ നടക്കാൻ പോകുന്നത്. അല്ലാഹുവേ, വസ്തുതകളെ വസ്തുതകളായി അവതരിപ്പിക്കുവാനും പക്ഷപാതിത്വമില്ലാതെ ഈ വിഷയത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും കഴിവും സാഹചര്യവും അവസരവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, കേരളത്തിൽ ഏത് ഭാഗത്ത് ചെന്നാലും അറിയുന്ന ഒരു പ്രദേശമാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ പൊന്നാനി എന്ന് പറയുന്ന ഈ പ്രദേശം. പൊന്നാനിയിലെ മുസ്ലിങ്ങൾക്ക് പല കഥകളും പറയാനുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിൽ വിശ്വസിക്കുന്നവരെന്ന നിലയിൽ അല്ലാഹുവിന്റെ കോടതിയിൽ
അവിടെ വിചാരണ നേരിടുന്നവരാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് സമഗ്രമായി ചോദിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. രക്ഷാശിക്ഷകളുടെ ലോകം, മരണത്തിന് ശേഷമുള്ള നിതാന്തമായ ജീവിതം, ആ ജീവിതത്തിലെ സ്വർഗവും നരകവും, അന്നാര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ആരാണോ അനുഗ്രഹീതമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് അവരാണ് വിജയിച്ചവരെന്ന് ഖുർആൻ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം 3-ാം അധ്യായം 185-ാമത്തെ വചനത്തിൽ പറയുകയാണ്. പൊന്നാനിയിലെ എന്റെ പ്രസംഗം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരോട് തുടക്കത്തിൽ തന്നെ വിനീതമായ ഒരു അപേക്ഷയുണ്ട് എനിക്ക്. കാര്യങ്ങൾ ഗൗരവമായി മനസ്സിലാക്കുക എന്ന നിയ്യത്തോടെ വേണം. ആർക്കെതിരുമല്ല ഇത്, എന്നാൽ ആർക്കെങ്കിലും അനുകൂലവുമല്ല ഇത്. മറിച്ച് അള്ളാഹു പഠിപ്പിച്ച സാക്ഷാൽ വിശുദ്ധ ഖുർആനും ആ ഖുർആനു ശരീഫിന്റെ വ്യാഖ്യാനമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും, അത് രണ്ടും പ്രവാചകനിൽ നിന്ന് നേരിട്ട് പഠിച്ച മഹാന്മാരായ സ്വഹാബികളുടെ സച്ചരിതങ്ങളുമാണ് എന്റെ വിഷയത്തിലുടനീളം നിറഞ്ഞു നിൽക്കുക. ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ പറയാം. എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു വാക്കും ഞാൻ നിങ്ങളോട് പറയില്ല. വിശുദ്ധ ഖുർആനിൽ ബോധ്യമുള്ളത്, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള ഹക്കായ കാര്യം, അതിനെ വിശദീകരിച്ച റസൂലുള്ളാഹിന്റെ സ്വഹീഹായ വചനങ്ങൾ, അതിന്റെ അകമ്പടിയോടെ ജീവിച്ചാൽ ഉണ്ടാകുന്ന രക്ഷ, അതാണ് ഇവിടെ വിശദീകരിക്കുക. ആധുനിക സമകാലിക മുസ്ലിം സമുദായം വിശുദ്ധ ഖുർആനുമായവരുടെ ബന്ധം, ഖുർആനിലെ ആശയങ്ങളോട് ഈ സമൂഹത്തിനുള്ള സാവർത്തിത്വം, ഇതെല്ലാം എന്താണ്, അത് പരിശോധിക്കപ്പെടുകയാണ് ഇവിടെ. സാഗോദം പിൻ ഡ്രോപ്പ് സൈലൻസിൽ നിങ്ങളിത് കേൾക്കണമെന്നാണ് തുടക്കത്തിലെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ബഹുമാനനായ ഉദ്ഘാടകൻ ഉദ്ധരിച്ച വിശുദ്ധ ഖുർആനിലെ ഒരു വചനം, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഖുർആനിലെ 15-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. നിങ്ങൾ ആരെങ്കിലും ആ വചനത്തെക്കുറിച്ച് അഗാധമായി ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഈ ഉത്ബോധനത്തെ നാം ആണ് ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കും. എന്തിനാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആനെ സംരക്ഷിക്കുന്നത്? എന്തിനാണ്? വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് നാം ആണെന്നും ആ ഖുർആനിനെ നാം സംരക്ഷിക്കുമെന്നും അല്ലാഹു പറയുന്നതിന്റെ പൊരുളെന്ത്? ഒരു ഉപകാരവുമില്ലാത്ത, പഠിക്കേണ്ടാത്ത, വായിക്കേണ്ടാത്ത, മനസ്സിലാക്കേണ്ടാത്ത ഒന്നാണ് ഖുർആനെങ്കിൽ അതിനെ സംരക്ഷിക്കുന്നതിന്റെ പൊരുൾ എന്താണ്? ഫിറൗനിന്റെ ഭൗതിക ശരീരം സംരക്ഷിച്ചു, ആളുകൾക്ക് ദൃഷ്ടാന്തമാണ് എന്നാ ഖുർആൻ പറഞ്ഞു. വെറുതെ സംരക്ഷിച്ചതല്ല, ആളുകൾക്കത് ദൃഷ്ടാന്തമാണ്. എന്തിനാണ് ഖുർആനിനെ ലോകാവസാനം വരെ സംരക്ഷിക്കുന്നത്? എന്തിനാണ്? ലോകം അവസാനിക്കുന്നത് വരെ ഇനിയൊരു പ്രവാചകൻ വരാനില്ലേ, ഇനിയൊരു പ്രവാചകൻ വരില്ലേ. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തിമ പ്രവാചകനാണ്. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 40-ാമത്തെ വചനമാണ്. ഖാതിമുൻ നബിയ, അന്തിമ പ്രവാചകന്. ഇനിയൊരു പ്രവാചകൻ വരാനില്ല. ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചു. ലോകത്ത് എവിടെയൊക്കെ മനുഷ്യവാസമുണ്ടോ അവിടങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് മാർഗദർശനമാണ് ഈ ഗ്രന്ഥം. ഇനിയൊരു ഗ്രന്ഥം വേറെ വരാനുമില്ലേ. ആ ഗ്രന്ഥം മനുഷ്യർക്ക് വഴികാട്ടിയാവണം. അതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കപ്പെടണം. വെറുതെ അല്ലാതെ സംരക്ഷിക്കുന്നത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ വഴി, നരകത്തിലേക്ക് എത്തിപ്പെടുന്ന ദുർഗുണങ്ങൾ,
അത് വിശദീകരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണ്? ഫമൻ സുഹസിയ അനിന്നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 185-ാമത്തെ വചനമാണ്. 6 നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും 6 സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ അതാണ് വിജയം. ഏതാണ് വിജയം? നരകത്തിൽ നിന്ന് ആര് മോചിപ്പിക്കപ്പെടുകയും 6 സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ അതാണ് വിജയം. അവര് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്താണ്? ഇലക്ഷനിൽ മത്സരിച്ച് മന്ത്രിയാവലാണോ? ദുനിയാവിലെ ഭൗതിക ലോകത്ത് സമ്പാദിച്ച് എല്ലാവരെക്കാളും ഫസ്റ്റ് റാങ്ക് നേടലാണോ? എന്താണ്? അള്ളാഹു പറയുന്നത് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടലാണ് യഥാർത്ഥമായ വിജയം എന്നാണ് അള്ളാഹു പറയുന്നത്. നരകത്തിലേക്ക് എത്തിപ്പെടുന്ന ദുഷിച്ച ഗുണങ്ങളേത്, വിശ്വാസങ്ങളേത്, ആചാരങ്ങളേത്, അനുഷ്ഠാനങ്ങളെന്ത്, അത് വിശദീകരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. ഒരു വ്യക്തിയുടെ കുടുംബജീവിതം, ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ ജീവിതം, ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതം, ഒരു വ്യക്തിയുടെ കർമ്മജീവിതം, ഒരു വ്യക്തി ഇടപെടുന്ന സകല മേഖലകളിലേക്കും മാർഗദർശനം കാണിച്ച ദൈവിക ഗ്രന്ഥമാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ സവിശേഷമായി ചർച്ച ചെയ്യുന്ന സദസ്സുകൾ മുസ്ലിം കേരളത്തിൽ വളരെ വളരെ കുറവാണ്. വിശുദ്ധ ഖുർആനിനെ ചർച്ച ചെയ്യുന്ന ഏക വിഭാഗവും സലഫി പ്രസ്ഥാനമാണ്. ഇതര മതസംഘടനകളൊന്നും പബ്ലിക്കിൽ ഖുർആൻ ഓതാറില്ല. നിങ്ങൾ ആരത് പരിശോധിച്ചു? എത്ര മണിക്കൂർ അവർ പ്രസംഗിച്ചാലും അള്ളാഹുവിന്റെ ഗ്രന്ഥം ഉദ്ധരിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നത് മുസ്ലിങ്ങളിലെ വിവിധ സംഘടനകൾ മറന്നുപോയ ചാപ്റ്ററാണ്. യാതൊരു സംശയ കാര്യത്തിൽ വേണ്ട. അത് നിങ്ങൾക്ക് ഏതേത് പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസംഗവും ഇതര മുസ്ലിം സംഘടനകളുടെ പ്രസംഗങ്ങളും നിങ്ങൾക്ക് വേർതിരിച്ചറിയാൻ സാധിക്കും. മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ വിശുദ്ധ ഖുർആൻ 1-ാമത്തെ പ്രമാണമായി പഠിപ്പിച്ചു. ആ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ഈ ജനസമൂഹത്തെ സമുദ്ധരിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത്. ഖുർആനിലെ വ്യത്യസ്ത വചനങ്ങൾ ഉദ്ധരിച്ചു, ആയത്ത് നമ്പറുകൾ പറഞ്ഞു, അതുപോലെ അധ്യായ നമ്പറുകൾ പറഞ്ഞു. ഇന്ന് അധ്യായത്തിലെ ഇത്രാമത്തെ സൂക്തത്തിലെ ഇന്ന് വിശദീകരണം എന്ന് പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിച്ചു. ഇവിടെ പല സംഘടനകളുമുണ്ട്. ആ സംഘടനകൾ ആത്മവിധിഞ്ചനം നടത്തേണ്ട രംഗമാണിത്. അള്ളാഹുവിന്റെ ഖുർആൻ എത്ര കണ്ട് ജനങ്ങൾക്ക് ഉദ്ധരിക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ എത്ര കണ്ട് ഉദ്ധരിക്കുന്നു? ഉദ്ധരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതര സംഘടനകളുടെയൊക്കെ അവസ്ഥ. ഞാനിത് വെറുതെ പറയുകയല്ല. കേരളത്തിലെ അറിയപ്പെട്ട ഭൂരിപക്ഷ ജനപിന്തുണയുണ്ട് എന്ന് പറയുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിലെ AP സുന്നികൾ, അതിലെ കാന്തപുരം ഒരു പ്രസംഗത്തിൽ പറയുന്ന ഒരു വാചകമാണ് ഞാൻ നിങ്ങളെ ഇനി കേൾപ്പിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത്, മുജാഹിദുകൾ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ 100 കണക്കിന് ആയത്തുകൾ ഉദ്ധരിക്കും. മുജാഹിദുകൾ 100 കണക്കിന് ആയത്തുകൾ ഉദ്ധരിക്കും. നമ്മൾ സുന്നികളോ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ ഏറിയാൽ 1-2 ആയത്തുകളാണ് നമ്മൾ ഉദ്ധരിക്കാറുള്ളത്. ബാക്കി മുഴുവനും ചരിത്ര സംഭവങ്ങളും പണ്ഡിതന്മാരുടെ ഉദ്ധരണികളുമാണ് നാം ഉദ്ധരിക്കാറുള്ളത് എന്ന് ഏറ്റവും വലിയ പണ്ഡിതൻ, ഒരുപക്ഷെ അള്ളാഹുവിനേക്കാളും മേലെ ഈ സമൂഹത്തിലെ ചിലരെങ്കിലും പ്രതീക്ഷിച്ചു വെച്ചിട്ടുള്ള ഈ മനുഷ്യന്റെ വാക്ക്. മുജാഹിദുകൾ 2 മണിക്കൂർ പ്രസംഗിച്ച 100 കണക്കിന് വചനങ്ങൾ. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ വ്യതിരിക്തമാക്കുന്ന അടിസ്ഥാനപരമായ കാര്യം. വിശുദ്ധ ഖുർആനാണ് ജനസമൂഹത്തിന് മുമ്പിൽ പഠിപ്പിക്കപ്പെടുന്ന കാതലായ വശം. 1-2 മണിക്കൂറിനുള്ള പ്രസംഗത്തിൽ 100 കണക്കിന് ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസംഗങ്ങൾ നടക്കുന്നത് എന്ന് പറയുന്നത് മുജാഹിദുകളല്ല, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. എന്തുകൊണ്ടാണ് മുജാഹിദുകൾ 100 കണക്കിന് ആയത്തുകൾ ഉദ്ധരിക്കുന്നത്?
എന്തിനാണ് അള്ളാഹുവിന്റെ വചനം ജനങ്ങളെ കേൾപ്പിക്കുന്നത്? അത് വളരെ പ്രധാനമായി പരിഗണിക്കപ്പെടേണ്ട ഒരു ചർച്ചയാണ്. ഒന്നാമതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ എന്ത് ചെയ്തു? പ്രവാചക തിരുമേനി മക്കയിൽ വരുമ്പോഴുള്ള അവസ്ഥ എന്താണ്? പ്രവാചക തിരുമേനി മക്കയിൽ വന്ന് ദഅവത്ത് നടത്തിയപ്പോൾ ഉണ്ടായ അവസ്ഥാവിശേഷങ്ങൾ എന്താ? പ്രവാചകൻ എന്തിലൂടെയാണ് ആ സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുത്തത്? പ്രവാചകന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം എന്തായിരുന്നു? ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ ആകർഷിച്ച ഏറ്റവും പ്രധാനമായ കാര്യം. ഒരു കാര്യം എല്ലാവരും ഒരേ സ്വരത്ത് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന സമൂഹത്തിൽ പരിവർത്തനമുണ്ടാക്കിയത് പ്രവാചകൻ അല്ലാഹു നൽകിയ അമാനുഷിക ദൃഷ്ടാന്തമായ ഖുർആനാണ് എന്നെല്ലാവരും പറയും, എല്ലാവരും അംഗീകരിക്കും. അതേ ഖുർആൻ ഇന്നും മുസ്ലിങ്ങളുടെ കൈകളിലുണ്ട്. ഇന്നും മുസ്ലിം സമുദായത്തിന്റെ കൈകളിൽ അതേ ഖുർആനുണ്ട്. ആ ഖുർആനിലൂടെയാണ് അറബ് ജനത മാറിയത് എന്നതിലും മുസ്ലിം സംഘടനയിൽ ഒരു വിഭാഗത്തിനും അഭിപ്രായ ഭിന്നതയില്ല, ഒരാളുകൾക്കും അഭിപ്രായ ഭിന്നതയില്ല. പ്രവാചക തിരുമേനിയുടെ കാലഘട്ടത്തിലെ ജനങ്ങൾ അറബ് ജനതയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിവർത്തിപ്പിച്ചെടുത്തത് ഖുർആൻ കൊണ്ടാണ് എന്ന് വിശ്വസിക്കാത്ത മുസ്ലിങ്ങളില്ല. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അറബ് ജനതയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ നടത്തി വിശുദ്ധ ഖുർആൻ ഓതി നിരന്തരമായി അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ചിന്തകളുടെ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു. എന്നാൽ ഇന്ന് മുസ്ലിം സമുദായത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക്. എത്ര ദൗർഭാഗ്യകരമാണ്. മുസ്ലിങ്ങൾക്ക് വിശുദ്ധ ഖുർആനുമായി എന്നുള്ള ബന്ധം എന്താണ്? മരിച്ച വീട്ടിൽ ഓതാൻ സൂറത്ത് യാസീൻ എന്ന അധ്യായം മറച്ചോതുക എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഈ സമുദായത്തിന് ഖുർആനുമായുള്ള ബന്ധം എന്താണ്? ഈ സമുദായത്തിന് മൊയ്തീൻ മാലയുമായുള്ള ബന്ധമോ, ബുർദത്തുൽ ബൂസീരിയുമായുള്ള ബന്ധമോ, മാലപ്പാട്ടുകളുമായുള്ള ബന്ധമോ ഈ സമുദായത്തിന് ഖുർആനുമായിട്ടുണ്ടോ? ഇത് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഞങ്ങളെ എതിർക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥം, അത് അള്ളാഹു അവതരിപ്പിച്ചതാണ്, നമുക്ക് ഉറപ്പാണ്. മാത്രമല്ല ആ ഗ്രന്ഥത്തിൽ അവ്യക്തതകളില്ല, നന്മയില്ലാത്തൊന്നില്ല എന്നെല്ലാവർക്കും അറിയാം. അറബ് ജനതയെ പറ്റി അള്ളാഹു പറയുന്നത് വ്യക്തമായ വഴികേടിലായിരുന്നു അവർ. വ്യക്തമായ വഴികേടിലായിരുന്ന ജനത പിന്നെ ലോകത്തിലെ ഏറ്റവും ഉത്തമ സമുദായമായി സ്വതന്ത്ര ഭാരതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം ഉമറിന്റെ ഭരണമാണ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. ഉമർ എന്ന് പറയുന്ന ഒരു നല്ല ഭരണാധികാരി എങ്ങനെ രൂപപ്പെട്ടു? നീതിമാനായ ഒരു ഭരണാധികാരി എങ്ങനെ രൂപപ്പെട്ടു? പട്ടിണി കിടക്കുന്ന ആരും ഉണ്ടാകരുത് തന്റെ ഭരണത്തിന്റെ കീഴിൽ എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തുന്നു. അത്തരമൊരു വ്യക്തിയെ എങ്ങനെ രൂപപ്പെടുത്തിയെടുത്തു? അത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷിക്കുന്ന ഒരു തലമുറ, ഒരു സമൂഹം അറേബ്യയിൽ രൂപപ്പെട്ടു വരികയാണ്. എന്തുകൊണ്ട്? ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഈ ഏരിയയിൽ സർവത്രികമാണ് മദ്യം, അല്ലേ? മദീനയിലെ മദ്യം ഇങ്ങനെ ഒഴുകുന്നുണ്ടോ? മക്കയിൽ ഇങ്ങനെ മദ്യം ഒഴുകുന്നുണ്ടോ? ഉണ്ടായിരുന്നോ പ്രവാചക തിരുമേനിയുടെ കാലത്ത്? ഇല്ല എന്നെല്ലാവർക്കും അറിയാം. എന്താ ഇന്നത്തെ പ്രശ്നം?
ഇന്നത്തെ യുവാക്കൾക്ക് ഇസ്ലാമിന്റെ പേരിൽ സ്പിരിറ്റ് ഉണ്ട്, പ്രവാചകന്റെ പേരിൽ സ്പിരിറ്റ് ഉണ്ട്, പക്ഷെ ദീനില്ല. സ്പിരിറ്റ് മാത്രമേ ഉള്ളൂ, ആവേശം മാത്രമേ ഉള്ളൂ. പലപ്പോഴും നമ്മളൊക്കെ, എനിക്കറിയാം, വിശുദ്ധ ഖുർആനിലെ അനവധി വചനങ്ങൾ അധ്യായ നമ്പറും വചന നമ്പറും ഉദ്ധരിച്ച് പല സ്ഥലങ്ങളിലും പ്രസംഗിക്കുമ്പോ അത് നിർത്തിക്കാനും സ്റ്റേജ് കയ്യേറാനും വരല് മുസ്ലിങ്ങളിൽപ്പെട്ടതിന്റെ ഒരു വിഭാഗമാണ്. ഓന്റെ ലൈഫിലും ഖുർആൻ അത്ര കേട്ടിട്ടേനില്ല, എന്നാലും ഓൻ വരികയാണ് നിർത്തിക്കാൻ. നിർത്തടാ, ഇത് ദീനല്ല എന്ന് പറയാൻ. ഇത് ഓന്റെ ജീവിതത്തിൽ ഓന് ഫാത്തിഹ പോലും അറിയില്ല, സൂറത്ത് ഇഖ്ലാസ് പോലും അറിയില്ല. എന്നിട്ട് വിശുദ്ധ ഖുർആന്റെ നൂറുകണക്കിന് വചനം കേട്ട സദസ്സിലേക്കും കയറി വരികയാണ് ഇത് നിർത്തണമെന്ന് പറയാൻ. എന്താ കാരണം? എന്താ കാരണം? അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഈ സമുദായത്തിന്റെ ഈ അവസ്ഥാവിശേഷം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇവിടെ എല്ലാ മുസ്ലിം സംഘടനകളും ഉണ്ടല്ലോ. ആ സംഘടനകളെ കുറിച്ച് തന്നെ നിങ്ങൾ ആലോചിച്ചോ. SDPI ആയി, പോപ്പുലർ ഫണ്ടായി, സോളിഡാരിറ്റി ആയി, വെൽഫെയർ പാർട്ടിയായി ഒക്കെ ഇവിടെ കുറെ ആളുകളില്ലേ. അവരും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാറുണ്ട്. എത്രത്തോളം ആളുകളെ ഖുർആൻ ഉദ്ധരിച്ച് ബോധവൽക്കരിക്കാറുണ്ട്. ഖുർആനിക വചനം തന്നെ ഉദ്ധരിക്കാറുള്ള പല സദസ്സുകളിലും. തുടക്കം തന്നെ ജയ് ഹിന്ദ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ്, സമൂഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ്. ഹംദും സലാത്തും പോലും പറയാൻ സോളിഡാരിറ്റിക്കാർക്കൊക്കെ മടിയാണ് പല സ്ഥലങ്ങളിലും. ഇസ്ലാമിന്റെ അന്തസ് കളഞ്ഞു കുളിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഭൗതികമായ സെറ്റപ്പിലേക്ക് ഇവിടുത്തെ മുസ്ലിം സംഘടനകളൊക്കെ മാറിപ്പോവുകയാണ്. ദീന് പറയാൻ, ഖുർആൻ പറയാൻ, സുന്നത്ത് പറയാൻ മുജാഹിദ് പ്രസ്ഥാനമല്ലാതെ മറ്റൊരു പ്രസ്ഥാനമില്ല. എല്ലാവർക്കും അത് വ്യക്തമാണ്. ഞാൻ പറഞ്ഞല്ലോ, 2 മണിക്കൂർ പ്രസംഗിച്ചാൽ നൂറുകണക്കിന് ഖുർആനിന്റെ വചനം, അതിന് നമ്മളെ പ്രേരിപ്പിച്ചൊരു ഘടകമുണ്ട്. ഞാൻ ആ ഭാഗം മാത്രം ചുരുക്കി പറയണം. സമൂഹത്തിന് ഈമാൻ ഉണ്ടാകണം, സമൂഹത്തിന്റെ ഈമാൻ വർദ്ധിക്കണം. അതിന് അല്ലാഹു പറഞ്ഞ മാനദണ്ഡം എന്താണ്? വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഓതിക്കൊടുത്താൽ സത്യവിശ്വാസിക്ക് ഈമാൻ വർദ്ധിക്കും എന്ന് അല്ലാഹു പറയാണ്. സത്യവിശ്വാസിയുടെ 3 ഗുണങ്ങൾ വിശദീകരിച്ചെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒരു യഥാർത്ഥ ഈമാനുള്ളവന് ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുന്നതിനനുസരിച്ച് ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈമാൻ വർദ്ധിക്കൽ തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യം. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം എന്താ ചെയ്യല്? വിശ്വാസി സമൂഹത്തിന്റെ മുമ്പിൽ ധാരാളം ഖുർആനിക വചനങ്ങൾ ഉദ്ധരിക്കും. അതുകൊണ്ടൊരു നഷ്ടം ഉണ്ടായിട്ടില്ല കൈരളിക്ക്. അതുകൊണ്ട് ഒരുപാട് ലാഭം മുസ്ലിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാം, എന്റെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ചിട്ട് പറയും, ഒരിക്കലും നിങ്ങള് അധ്യായ നമ്പറും ആയത്ത് നമ്പറും പറയുന്നത് ഉപേക്ഷിക്കരുത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ മുജാഹിദായത്. അബുദാബിയിലെ ഷെയ്ഖിന്റെ പാലസിൽ ജോലി ചെയ്യുന്ന ഒരു മുസ്തഫ സാഹിബ് കഴിഞ്ഞ 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടും. അയാൾ അവിടെ ഷെയ്ഖിന്റെ രാജാവിന്റെ കൊട്ടാരത്തിൽ രാജാവിന്റെ ഡ്രൈവറാണ്, സുന്നിയായിരുന്നു. അയാൾ പറയാണ്, വിശുദ്ധ ഖുർആനിന്റെ അധ്യായ നമ്പറും വചന നമ്പറും നിങ്ങളുടേത് കേട്ട് ഞാൻ സുന്നി പരിഭാഷ എടുത്തു നോക്കി, എല്ലാം കറക്റ്റാണ്. അതുകൊണ്ട് എനിക്ക് 2 ആലോചിക്കേണ്ടി വന്നില്ല മുജാഹിദാകാൻ. ഞാൻ പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത അതാണ്. ആളുകളോട് ഞങ്ങൾ ഖുർആൻ പറയാൻ, വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ യഥാർത്ഥ വിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിക്കും. ഇക്ബാലിന്റെ കവിത ഓതിയാൽ ഈമാൻ ഉണ്ടാവുന്ന അല്ല പറഞ്ഞിട്ടില്ല. മൊയ്തീമാല പാടിയാൽ ഈമാൻ ഉണ്ടാവുന്ന അല്ല പറഞ്ഞിട്ടില്ല. മങ്കൂസുമാല ചൊല്ലിയാൽ ഈമാൻ ഉണ്ടാവുന്ന അല്ല പറഞ്ഞിട്ടില്ല. നഫീസത്ത് മാല ചൊല്ലിയാൽ ഈമാൻ ഉണ്ടാകും, ഖുത്ബിയത്ത് ചൊല്ലിയാൽ ഈമാൻ ഉണ്ടാകും എന്ന് റസൂൽ അല്ല പറഞ്ഞില്ല. മറിച്ച് ഖുർആൻ ഓതി കൊടുക്കാൻ 8-ാം അധ്യായം 2-ാമത്തെ വചനം ചേർന്നില്ല. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹീകും. അല്ലാഹു റസൂൽ നിങ്ങളെ വിളിക്കേ. വിശ്വാസികളെ, പൊന്നാനിയിൽ അഭിമാനിക്കുന്ന മുസ്ലിങ്ങളെ, ഞങ്ങളാണ് ഇവിടെ ഭൂരിപക്ഷം എന്ന് വിചാരിക്കുന്നവരെ, നാളെ മഹ്ശറയിൽ നമ്മുടെ സ്ഥിതി എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും അവിടെ നമ്മുടെ അവസ്ഥാവിശേഷം എന്ന് ഗൗരവമായി നമ്മൾ ആലോചിച്ചു പോന്നിട്ടുണ്ടോ? അങ്ങനെ ആലോചിക്കുമ്പോൾ നാം അറിയുക, അല്ലാഹു റസൂലും വിളിച്ചാൽ, ഖുർആനും സുന്നത്തും നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ അതിന് ചെവി കൊടുക്കണമെന്ന് അല്ലാഹു പറയണം.
വിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായം സൂറത്ത് അൻഫാൽ 24-ാമത്തെ വചനമാണ്. തീർന്നില്ല. വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹ് വഇലർ റസൂലി ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്ത് മാഇദ 104-ാമത്തെ വചനമാണ്. ആ വചനത്തിൽ അല്ലാഹു പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വചനത്ത് പറയുന്നത്, അല്ലാഹ് അവതരിപ്പിച്ചതിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്കും വരൂ എന്ന് പറയപ്പെട്ടാൽ, അപ്പൊ പറയപ്പെടേണ്ടത് എന്താണ്? ഖുർആനിലേക്കും സുന്നത്തിലേക്കും വരൂ, പണ്ഡിതന്മാരുടെ കാലക്കീലകളിലേക്ക് വരൂ എന്നല്ല. അല്ല, അതാണ് കാന്തപുരം സുന്നി പ്രസ്ഥാനത്തിന്റെ യോഗ്യതയായി പറഞ്ഞു. മുജാഹിദുകൾ നൂറുകണക്കിന് ആയത്ത് ഉദ്ധരിക്കും, നമ്മളോ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ ഏറിയാൽ 1-2. അതാണ് മുജാഹിദുകൾ. അതല്ല, ഇഷ്ടം പോലെ ആയത്തുകൾ. എന്തിനാ ആയത്തുകൾ ഓതുന്നത്? ആയത്തുകൾ ഓതുന്നത് വിശുദ്ധ ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ മനുഷ്യരെ അവിധത്തിൽ പഠിപ്പിച്ചത് കൊണ്ടാണ്. ആയത്തുകളിലൂടെ, ഹദീസുകളിലൂടെ തറക്തു ഫീകും അംറൈനി ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു, അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല. അത് അല്ലാഹുവിന്റെ ഖുർആനാണ്. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അതുകൊണ്ടാണ് അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. തീർന്നില്ല. ഖുർആൻ പഠിക്കണം, അർത്ഥം പഠിക്കണം എന്ന് ആളുകളോട് എന്തിനാ പറയുന്നത്? ഖുർആൻ അർത്ഥം പഠിക്കാൻ പാടില്ല, അങ്ങനെ പഠിച്ചാൽ പിഴച്ചു പോകുമെന്നാണ് EK ഹസൻ മുസ്ലിയാർ തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്ന പുസ്തകത്തിന്റെ 16-ാമത്തെ പേജ് പറഞ്ഞു. അർത്ഥം ചോദിച്ചാൽ പിഴച്ചു പോകുന്ന ഉസ്താദുമാര് പറഞ്ഞു. പിന്നെ എന്തിനാ അല്ലാഹ് ഖുർആൻ ഇറക്കിയത്? എന്തിനാ അല്ലാഹ് ഇത് സംരക്ഷിക്കണത്? ഒരാവശ്യമില്ലാത്തൊരു സാധനം സംരക്ഷിക്കുന്നു പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ലോകത്തിനൊരു ഉപകാരമില്ലാത്തൊരു ഗ്രന്ഥം, കുറെ പേജ്, കുറെ അറബിയിൽ എഴുതിയ വാചകം, പിന്നെ എന്തിനാണോ പഠിച്ചിട്ടില്ലെങ്കിൽ? ലോകത്ത് മനുഷ്യനെ വഴി കാണിക്കാൻ വന്നൊരു ഗ്രന്ഥം പഠിക്കരുത് എന്ന് പറഞ്ഞവൻ അവൻ ആരായാലും ഇസ്ലാമിന്റെ ശത്രുഗണത്തിലാണ് മുമ്പിൽ. അവൻ ആരായാലും, അവന്റെ പേരുടെ മുസ്ലിയാരെന്നോ മൗലവിന്നോ മൊല്ലാന്നോ എന്ത് പേരുണ്ടെങ്കിലും അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിക്കരുത് എന്ന് പറയാ. പരലോകത്താകട്ടെ പഠിക്കാത്തതിന്റെ പേരിൽ നരകത്തിലും പോവുക. എന്തൊരു ദുര്യോഗമാണ്! ഈ കഴിഞ്ഞ 3-4 ആഴ്ചകൾക്ക് മുമ്പ് എന്റെ ഒരു സഹോദരൻ പറയാണ്, ഒരു കുടുംബത്തിൽ, അയാൾ ദുബായിലാണ്, അയാളുടെ ഭാര്യയും മക്കളും മുജാഹിദുകളുടെ ഖുർആൻ പഠന ക്ലാസ്സിൽ വരാൻ തുടങ്ങി, ഖുർആൻ അർത്ഥം പഠിക്കാൻ തുടങ്ങി. അപ്പൊ ഭർത്താവ് ഭാര്യക്ക്, മക്കൾക്ക് പിതാവ് ഗൗരവമായി ഫോൺ ചെയ്യാൻ, മക്കളെ ഖുർആനിന്റെ അർത്ഥം പഠിക്കുന്നു നിങ്ങൾ എന്നറിയാൻ കഴിഞ്ഞു, വിശുദ്ധ ഖുർആൻ അർത്ഥം പഠിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു. ബാപ്പാന്റെ കൂടെ നിങ്ങൾ സ്വർഗത്തിൽ ഉണ്ടാകണമെന്നാ ബാപ്പ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഖുർആന്റെ അർത്ഥം പഠിക്കരുത്. ഒരു ബാപ്പ വളരെ ആത്മാർത്ഥമായിട്ട് ഫോൺ ചെയ്യാൻ. അയാളുടെ ധാരണ എന്താ? ഖുർആൻ പഠിക്കാതിരുന്നാലാണ് സ്വർഗത്ത് പോവുക. ഖുർആൻ പഠിച്ചാല് സ്വർഗത്ത് പോകില്ല. നമ്മുടെ സാധാരണ കുട്ടികളെ ഇപ്പോ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് മീഡിയം, അതുപോലെ +2 വരെയുള്ള സ്കൂളുകളൊക്കെ ആർക്കാളുള്ളത്? മുജാഹിദുകളുടെക്കാൾ 3 ഇരട്ടി ഇവിടുത്തെ സുന്നി വിഭാഗത്തിനല്ലേ? അല്ലേ? ഇംഗ്ലീഷ് മീഡിയത്തിൽ എന്താ പറയാ? കുട്ടികളുടെ ഇന്റർവ്യൂ നടത്തി വിളിക്കുമ്പോ ഇംഗ്ലീഷ് പഠിക്കരുത്, പഠിച്ചാ മോശമായി തോറ്റു എന്ന് പറയും. മാക്സിമം പഠിക്കണം, അല്ലേ? മാക്സിമം അർത്ഥം പഠിക്കണം, സയൻസ് പഠിക്കണം. ഖുർആനോ പഠിക്കല്ലേ, മാക്സിമം പഠിക്കാതിരിക്കണം. നിങ്ങൾക്ക് തലക്ക് വല്ലതും സംഭവിച്ച കൗമേ? ഒന്ന് ആലോചിച്ച, ലോകത്ത് ഏതൊരു കുട്ടിനെ പഠിപ്പിക്കുമ്പോ നമ്മൾ എന്താ പറയാ? പഠിക്കണേ, മനസ്സിലാക്കി പഠിക്കണേ, അർത്ഥം മനസ്സിലാക്കി പഠിക്കണേ. ആ ഇംഗ്ലീഷിന്റെ വാചകത്തിന്റെ അർത്ഥം അറിഞ്ഞൂടെ മോളെ, മാഷോട് ചോദിച്ച് പഠിക്കണേ എന്നല്ലേ പറയാ? ഇവിടെയോ ചോദിച്ച് പഠിക്കല്ലേ, അർത്ഥം പഠിക്കല്ലേ, ഖുർആൻ പഠിക്കല്ലേ. എന്തൊരവസ്ഥയാണ് കേരളത്തിലെ. ഏത് ഖുർആൻ അർത്ഥം പഠിക്കുന്നതിൽ നിന്ന് ഈ ഉമ്മത്തിനെ തടയുന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം രചിച്ചില്ലേ ഒരു മുസ്ലിയാര്? പിന്നെ ലോകത്തിന് എന്ത് ദുരന്താ വേണ്ടത്? മലയാളി സമൂഹത്തിന്, മുസ്ലിങ്ങൾക്ക് ഇനി ഇതിൽ കവിഞ്ഞെന്ത് ദുരന്താ വേണ്ടത്? അള്ളാന്റെ ഗ്രന്ഥം പഠിക്കരുത്. പിന്നെ എന്തിനാ ഇത്? ലോകത്തെ എല്ലാ ദർശനങ്ങളെയും അതിജയിക്കുന്ന ഗ്രന്ഥ ഖുർആൻ. പിന്നെ എന്തിനാ ഖുർആൻ?
ആ ഖുർആൻ പഠിച്ചിട്ട് സഹാബത്ത് മാറിയെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇത് വൈൻകാനോ മിൻകബിൽ ലഫീ ളലാലിൻ മുബീൻ എന്ന് അല്ലാഹ് പറഞ്ഞ ഏറ്റവും വഴിവെച്ച ഒരു സമൂഹമാണ് എന്ന് അല്ലാഹ് പറഞ്ഞ ആ സമൂഹം മിൻകബിൽ, ഇതിനു മുമ്പ്, ഏതിനു മുമ്പ് യസ്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. വിശുദ്ധ ഖുർആൻ പറയുന്നു, ആയത്ത് ഓതി കൊടുത്ത്, ഖുർആൻ വിശദീകരിച്ചു കൊടുത്ത്, തഫ്സീറുകൾ പഠിപ്പിച്ചു കൊടുത്ത്, അതിന്റെ ഉള്ളടക്കങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് ഒരു സമൂഹത്തെ നബി സമുദ്ധരിച്ചപ്പോ അവര് കരഞ്ഞു, അവര് മാറി ചിന്തിച്ചു, അവരുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടായി, അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ ആ സമൂഹം മാറി. ആയത്ത് കേട്ടപ്പോ അവര് കരഞ്ഞു. അവരെ ജീവിതത്തിലുണ്ടായ പല തിന്മകളും അവർ ഉപേക്ഷിച്ചു. അതെന്തുകൊണ്ട്? അവർക്ക് വിശുദ്ധ ഖുർആൻ അറിയാവുന്നതുകൊണ്ട്, അർത്ഥം മനസ്സിലായതുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കൂടുതൽ ഇപ്പൊ നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരു ഉദാഹരണം പറയാം. മസലുൽ ലദീന ഹുമ്മിലു തൗറാത ثم لم يحملوها كمثل الحمار يحمل اسفارا بئس مثل القوم الذين كذبوا. നോക്കൂ, വിശുദ്ധ ഖുർആൻ ഒരു ഉദാഹരണം പറയാം. ജൂതന്മാർ ഗ്രന്ഥം ചുമന്ന കഴുതകളെ പോലെ എന്ന് അല്ലാഹു അവരെ പറയാം. എന്തേ അങ്ങനെ ആവാൻ കാരണം? ഒരു ഗ്രന്ഥക്കെട്ടുകൾ ചുമക്കുന്ന കഴുതക്ക് ഗ്രന്ഥത്തിൽ എന്താ ഉള്ളതെന്ന് അറിയോ? അറിയില്ലല്ലോ. അതുപോലെയാണ് ജൂതന്മാരുടെ അവസ്ഥ. പിന്നെ അങ്ങനെയാണ്. തൗറാത്ത് എന്തായിരുന്നു? ഇന്നാ അൻസൽന തൗറാത്ത ഫീഹാ ഹുദം വനൂൻ. ഇന്നാ അൻസൽന തൗറാത്ത ഫീഹാ ഹുദം വനൂൻ. തൗറാത്തിൽ മാർഗദർശനവും പ്രകാശവും ഉണ്ടായിരുന്നു. 5-44 വചനമാണ്. ഇഞ്ചീലിലും അതെ. പിന്നീട് മനുഷ്യരുടെ കൈകടത്തലുകൾ ഉണ്ടായി. ആ വേദത്തിന്റെ ഉള്ളടക്കങ്ങൾ അവർ അംഗീകരിച്ചില്ല. അതിൽ എന്താണുള്ള അവരെ തള്ളിക്കളഞ്ഞു. അല്ലാഹു അതിനെ പറ്റി പറയുന്നത്, ജനങ്ങളോട് നിങ്ങൾ നന്മ കൽപ്പിക്കുകയും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ മറന്നു കളയുകയുമാണോ? നിങ്ങൾ വേദം പാരായണം ചെയ്യുന്നവരല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. ജൂതന്മാരുടെ അവസ്ഥ 2-44 വചനം. ജൂതന്മാർക്ക് സംഭവിച്ച അങ്ങനെ ഗ്രന്ഥം ചുമന്ന കഴുതകളെ പോലെ. അല്ലാഹ് അവരോടുള്ള വെറുപ്പ് കണ്ടോ? പടച്ച തമ്പുരാനെ അവരോടുള്ള വെറുപ്പ് കണ്ടോ നിങ്ങൾ? ഗ്രന്ഥം ചുമന്ന കഴുതയോട്. എന്നിട്ട് പ്രവാചകനെ ഈ സമൂഹത്തെ സമുദ്ധരിക്കാൻ, നിങ്ങൾ അങ്ങനെ ആകരുത്. മുസ്ലിങ്ങളെ, ഖുർആനിന്റെ ഉള്ളടക്കം എന്താന്ന് അറിയുന്നവർ നിങ്ങളാകണം. നിങ്ങൾ ജൂതന്മാരെ പോലെ ആകരുത്. നമ്മൾ ഫാത്തിഹയിൽ പോലും എന്താ പറഞ്ഞത്? ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ. പടച്ചോനെ, ജൂതന്മാരുടെയും നസാറാക്കളുടെയും പാതയിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ. അവർക്ക് സംഭവിച്ച എന്താണ്? അവരുടെ ഗ്രന്ഥത്തിലുള്ള എന്താന്ന് അവർ പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല. അതുപോലെ ഒരു സമുദായം ഇവിടെ വളരെയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഖുർആനിനെ ശരിക്ക് വായിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി എന്നൊരു പ്രസ്ഥാനം ഉണ്ടാവില്ല. ഇല്ല, ഞാൻ ഉറപ്പിച്ചു പറയണം. ജമാഅത്തെ ഇസ്ലാമിലെ മെമ്പർമാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട ഖുർആൻ വായിച്ചിട്ടായതാ. അല്ല, ഇവിടെ ഒരു പ്രസ്ഥാനം ഉണ്ടാവില്ല സെലഫികളല്ലാതെ. ഖുർആൻ ശരിക്ക് വായിച്ചാൽ, ഖുർആൻ വായിക്കേണ്ട പോലെ വായിച്ചാൽ, ഖുർആൻ പഠിക്കേണ്ട പോലെ പഠിച്ചാൽ ഒരേ ഒരു വിഭാഗം ഉണ്ടാവും. അത് അല്ലാഹ് പറഞ്ഞ പ്രവാചകൻ സർട്ടിഫിക്കറ്റ് നൽകിയ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസി സമൂഹം മുസ്ലിങ്ങൾ. അവർക്ക് സെലഫികൾ എന്ന് പോലും പിന്നെ പേര് പറയേണ്ടി വരില്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത്, പ്രസ്ഥാനങ്ങളെ പഠിച്ചു, എന്നിട്ട് അതിനനുസരിച്ച് ഇസ്ലാമിനെ എങ്ങോട്ട് കൊണ്ടുവന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞതോ, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅഅകും ലിമാ യുഹീകും. നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്ക് അല്ലാഹ് വിളിക്കുന്നു, റസൂല് വിളിക്കുന്നു. നമ്മളോ റസൂലിനെ അല്ലാഹനെ ഇങ്ങോട്ട് വിളിക്കുക. ഞങ്ങളുടെ പ്രസ്ഥാനത്തിനൊത്ത് പറഞ്ഞ ആളാകണം നബി, ഞങ്ങളുടെ പ്രസ്ഥാനത്തിനൊത്ത് പറഞ്ഞ ആളാകണം അല്ലാഹ്. അവിടെയാ ഇങ്ങോട്ട് വിളിക്കുക. അല്ലാഹ് റസൂലും വിളിച്ച് അങ്ങോട്ട് പോവുകയല്ല. അങ്ങനെ പോയിരുന്നെങ്കിൽ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാവില്ല, ഇവിടെ NDF ഉണ്ടാവില്ല, ഇവിടെ വേറെ മുസ്ലിം സമസ്തക്കാരുണ്ടാവില്ല, തബ്ലീഗ് ഉണ്ടാവില്ല, ഖാദിയാനികൾ ഉണ്ടാവില്ല, ഹദീസ് നിഷേധികളായ മടബൂരികൾ ഉണ്ടാവില്ല, ചേകന്നൂരിസ് ഉണ്ടാവില്ല. പക്ഷേ ഖുർആൻ പറഞ്ഞിടത്ത് നിന്നില്ല ഈ സമുദായം. ഖുർആൻ പഠിപ്പിച്ചിടത്ത് നിൽക്കാൻ കഴിയുക. അല്ലാഹ് പറഞ്ഞത് കേൾക്കുക. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ വാക്ക്. അല്ലാഹും റസൂലും പറഞ്ഞാൽ സമഅനാ വ അത്വഅനാ, ഞങ്ങൾ കേട്ടോ, ഞങ്ങൾ അനുസരിച്ചു. ആ ഒരു അവസ്ഥാവിശേഷം ഇവിടെ ഇല്ല.
ഖുർആൻ പറഞ്ഞിടത്ത് നിൽക്കാൻ ആളുകളില്ല. ഖുർആൻ എന്താ പറയുന്നത്? എന്റെ ജീവിതത്തിൽ എന്താ പറഞ്ഞത്? ഒരു നല്ല ഭർത്താവിന്റെ ഗുണം എന്താണ്? ഒരു പിതാവിന്റെ ഗുണം എന്താണ്? ഒരു നല്ല മകൻ ആരായിരിക്കണം? ഒരു പ്രബോധകൻ ആരായിരിക്കണം? ഒരു അയൽവാസി ആരായിരിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഗ്രന്ഥം. അപ്പൊ നോക്കൂ, അങ്ങ് തിരുവനന്തപുരത്ത് കേരള യാത്ര സമാപിച്ചപ്പോ ഉസ്താദ് ഒരു പ്രതിജ്ഞ എഴുതി കൊടുത്തല്ലോ, അല്ലേ? സ്വന്തമായ ഒരു പ്രതിജ്ഞാവാചകം ഉണ്ടാക്കി അത് ജനങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തല്ലോ. നല്ല സുന്ദരമായ ആശയങ്ങൾ, സ്വന്തം ജീവിതത്തിൽ ഒരിക്കലും പ്രാവർത്തികമാക്കാത്തത്, അല്ലേ? സ്വന്തം ലൈഫിൽ ഒരിക്കലും പ്രാവർത്തികമാക്കിയിട്ടില്ലാത്ത കുറെ മുദ്രാവാക്യം മുഴക്കി കൊടുത്തല്ലോ. ആലോചിച്ചിട്ടുണ്ടോ എന്തിനാ അത്? അതൊക്കെ അയൽവാസിയുടെ ബന്ധം നന്നാകണം, മനുഷ്യരോട് നന്നായി പെരുമാറണം, മനുഷ്യരോട് സ്നേഹം വെച്ച് പുലർത്തണം, ആശയത്തെ ആശയം കൊണ്ട് നേരിടണം. ഇന്നത്തെ സിറാജ് ദിനപത്രത്തിൽ പോലും പുള്ളിക്കാരന്റെ ലേഖനമാണ് എന്ത് AP അബൂബക്കർ മുസ്ലിയാർന്ന് കൊടുത്തിട്ട്, ആശയത്തെ ആശയം കൊണ്ട് നേരിടണം. ആത്മാർത്ഥത ഉണ്ടോ? ആ വാക്കിന് ആത്മാർത്ഥത ഉണ്ടോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇനി വരുന്ന 10 കൊല്ലം മുജാഹിദുകളുടെ സ്റ്റേജ് AP സുന്നികൾ കയ്യേറൂലെന്ന് ധൈര്യസമേതം പറയാൻ കഴിയോ? ആശയത്തെ ആശയം കൊണ്ട് നേരിടുന്ന എന്ന് പ്രഖ്യാപിച്ച എന്തിന് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ മൂപ്പരെ ഇരുത്തിയിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു, ആശയത്തെ ആശയം കൊണ്ട് നേരിടണേ ഉസ്താദെ, 4-5 വട്ടം പറഞ്ഞു. കാരണം മൂപ്പര് മംഗലാപുരത്തുനിന്ന് കേരള യാത്ര തുടങ്ങി തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് എന്നെ മുജാഹിദുകളുടെ മോൻ തമ്മിൽ ഒരുപാട് തവണ മാനവികത ഉണർത്തി മൂപ്പര് ശിഷ്യന്മാര്. ആ വരുന്ന വരവിൽ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മന്ത്രിപദത്തിൽ, ആഭ്യന്തര വകുപ്പിലും കാര്യങ്ങളിലും. കേരളത്തിൽ AP സുന്നികൾ മുജാഹിദുകളോട് കാണിക്കുന്ന, മറ്റ് സംഘടനകളോട് കാണിക്കുന്ന നരനായാട്ട്, സ്റ്റേജ് കയ്യേറൽ, കൂക്കുവിളിക്കൽ, കരിങ്കല്ലെറിയൽ, അതുപോലെ അഗ്നിക്കിരയാക്കൽ, കസേര കത്തിച്ചു കളയൽ, പെട്രോൾ ഒഴിക്കൽ തുടങ്ങി പലതും ആശയത്തെ ആശയം കൊണ്ട് ജീവിതത്തിൽ നേരിട്ടൊരു പരിചയം ഈ വിഭാഗത്തിനുണ്ടോ? എന്നിട്ട് ഉസ്താദ് നായക്ക് 40 വട്ടം വിളിച്ചു പറയാണ്, ആശയത്തെ ആശയം കൊണ്ട് നേരിടുക വേണ്ടത്. ആണോ? ധൈര്യമുണ്ടോ ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ? ഞങ്ങൾ പ്രസംഗിക്കും, നിങ്ങളും പ്രസംഗിക്ക്. ഞങ്ങൾ കൂക്കാറില്ല, ഞങ്ങൾ കല്ലെറിയാറില്ല, ഞങ്ങൾ ആളുകളുടെ സ്റ്റേജ് കയ്യേറാറില്ല, ആളുകളുടെ പരിപാടി അലങ്കോലപ്പെടുത്താറില്ല. കാരണം ഇന്ത്യൻ പൗരൻ, ഓരോ പൗരനും നൽകിയ അവകാശമുണ്ട് ഇന്ത്യയുടെ ഭരണഘടന. ആ ഭരണഘടനയുടെ നാം ഇന്ത്യക്കാരാണെന്ന് ഓർക്കണം. ഉസ്താദ് പറഞ്ഞതാണ്, നാം ഓരോരുത്തരും ഇന്ത്യക്കാരാണെന്നും കേരളീയരാണെന്നും മാനവികത ഉണർത്തി പിടിക്കേണ്ടവരാണെന്നും നമ്മൾ ഓർക്കണം എന്ന് ഉസ്താദ് വായിച്ചു കൊടുക്കുകയാണ്. അത് ഏറ്റു ചെല്ലുകയാണ് സുന്നി കേരളം. അന്ന് തിരുവനന്തപുരത്ത് ഏറ്റു ചെല്ലിയവരോട് പൊന്നാനിന്നും പോയിട്ടുണ്ടാവുമല്ലോ, ജീവിതത്തിൽ പ്രാവർത്തിയാക്കാൻ കഴിയോ ആ മുദ്രാവാക്യം? കഴിയോ? അത് വളരെ ഗൗരവമായി ഓർക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്, വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഈ മുസ്ലിം കൈരളിക്ക് ചൊല്ലിക്കൊടുക്കാൻ, ഓതിക്കൊടുക്കാൻ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ വചനങ്ങളും ഈ നാട്ടിലെ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ മുജാഹിദ് പ്രസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ ഖുർആനിന്റെ മൗലികതയിലേക്ക്, ലോകത്ത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പരിവർത്തനം സൃഷ്ടിച്ച അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് ഈ സമുദായത്തെ ഞങ്ങൾ നയിക്കുന്നത്. സ്വന്തമായൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല, സ്വന്തമായൊരു അഭിപ്രായം ഈ സമുദായത്തിൽ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. അള്ളാഹു എന്ത് പറഞ്ഞുവോ അതിന്റെ വിശദീകരണമായി റസൂലുള്ളാഹി എന്ത് പറഞ്ഞുവോ അതാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന കാതലായ ചില കാര്യങ്ങളുണ്ട്. ഹുവല്ലദീ ബാസഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അതേ, പ്രവാചകനെ നിയോഗിച്ചു. ഒരു സമുദായത്തിൽ പ്രവാചകൻ വരികയാണ്. ആ പ്രവാചകൻ എന്താ ചെയ്തത്? ആ പ്രവാചകൻ യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, ഖുർആനിന്റെ വചനങ്ങൾ ഓതിക്കൊടുത്തു, ഖുർആനിക വചനങ്ങൾ ഓതിക്കൊടുത്തു. എന്നിട്ട് ആ സമൂഹത്തെ സംസ്കരിച്ചു. ഖുർആനും ഹദീസും പഠിപ്പിച്ചുകൊണ്ടാണ് ഈ സംസ്കരണ പ്രക്രിയ നടന്നത്. ഇന്ന് ഖുർആനിലെ 3-ാം അധ്യായം 164-ാമത്തെ വചനം, ഖുർആനിലെ 62-ാം അധ്യായം 2-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 129-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 181-ാമത്തെ വചനം. ഈ വചനങ്ങളിലെല്ലാം അള്ളാഹു പറയുന്നത് റസൂലുള്ളാഹി ഉഖാലയിൽ, ദുൽമജാസിൽ, മജന്നായിൽ ബൗദ്ധൈവ വിശ്വാസികളോട് അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊടുത്തു. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ
ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അല്ലമഹുൽ ബയാൻ. ഖുർആനിനെ, ഭാഷയെ, ആശയങ്ങളെ ബയാൻ ചെയ്യാനുള്ള കഴിവ് ഈ സമുദായത്തിൽ അല്ലാഹു മനുഷ്യർക്ക് നൽകി. വിശുദ്ധ ഖുർആൻ ഈ അധ്യായം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് മക്ക നിവാസികൾക്ക് ഓതിക്കൊടുത്തു. കാബത്തിന്റെ പരിസരത്ത് ഓതിക്കൊടുത്തു. നിരന്തരമായ ഖുർആനിക ബോധവൽക്കരണം. അബൂജഹല് അബൂ സുഫിയാനോട് പറയാണ്, ഖുർആൻ കേൾക്കരുത്, ഖുർആൻ കേൾക്കരുത്. വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. ഖുർആനിലെ 41-ാം അധ്യായം 26-ാമത്തെ വചന. ആ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആശയമുണ്ട്. വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. സത്യനിഷേധികളായ ആളുകൾ, സത്യത്തെ നിഷേധിക്കുന്ന കാഫിറുകൾ അവർ പറഞ്ഞു, നിങ്ങൾ ഖുർആൻ കേൾക്കരുത്, നിങ്ങൾ ഖുർആൻ കേൾക്കരുത്, ബഹളമുണ്ടാക്കിക്കോളി, നിങ്ങൾക്ക് ജയിക്കാം. ആലോചിച്ചേ, ഖുർആൻ ഓതുന്നിടത്ത് ബഹളമുണ്ടാക്കിക്കോ, എന്നാ നിങ്ങൾക്ക് ജയിക്കാം. ഖുർആൻ ഓതാൻ വിട്ടാൽ ലോകത്ത് പരിവർത്തനം നടക്കുമെന്ന് അക്കാലഘട്ടത്തിലെ ആളുകൾക്കറിയാം. അപ്പൊ അന്നും അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയത് ഖുർആനിന്റെ പാരായണ. ഇന്നും അതെ, മുജാഹിദുകളുടെ ഖുർആൻ പാരായണം പലരെയും അസ്വസ്ഥരാക്കുന്നു. ഖുർആൻ ഉദ്ധരിച്ചുള്ള പ്രസംഗം പലരെയും വിഷമിപ്പിക്കുന്നു. എന്തേ കാരണം? ഖുർആൻ നേർക്ക് നേരെ വിശദീകരിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഖുർആനിനെ ഒരു ആവർത്തി ശരിക്ക് വായിച്ചാൽ, നമുക്ക് കേരളത്തിലെ അറിയപ്പെട്ട ഒരു നേതാവ് E.T. മുഹമ്മദ് ബഷീർ സാഹിബ്, ഞാൻ അദ്ദേഹത്തെ പരസ്യമായി ഉദ്ധരിക്കുകയാണ്. ഒരു ഖുർആനിന്റെ സമ്മേളന സദസ്സിൽ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞാന് എന്റെ ലൈഫിൽ ഖുർആൻ ഫുള്ളായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഈ അടുത്ത കാലത്തായി ഞാൻ വിശുദ്ധ ഖുർആൻ മുഴുവനായി വായിച്ചു. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ചോദ്യം ഞാൻ ഈ സദസ്സിൽ ഉന്നയിക്കുകയാണ്. E.T. മുഹമ്മദ് ബഷീർ സാഹിബ് പറയാണ്, ആ സംശയം ഇതാണ്: ഖുർആൻ ഒരു ആവർത്തി വായിച്ച ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുമോ എന്ന് E.T. മുഹമ്മദ് ബഷീർ സാഹിബ് ചോദിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഖുർആൻ ഞാൻ കൃത്യമായി വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് പൂർണ്ണമായി വായിച്ചപ്പോൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആൻ ഒരു ആവർത്തി വായിച്ച മുസ്ലിമിന് സാധിക്കുമോ എന്ന് പറഞ്ഞാൽ, ഖുർആൻ വായിച്ചിട്ടല്ല, പഠിച്ചിട്ടല്ല, മനസ്സിലാക്കിയിട്ടല്ല ഇവിടെ ഖമറുൽ ഉലമമാരുണ്ടായത്, സംശുൽ ഉലമമാരുണ്ടായത് അല്ല എന്നതാണ് ഞാൻ പറയുന്നത്. ഉറപ്പ്. ഖുർആൻ ചിലപ്പോൾ മനപ്പാടുണ്ടാവും, ആശയം അറിയില്ല, അതിനനുസരിച്ചൊരു ജീവിതം സമൂഹത്തിൽ കാഴ്ചവെക്കുന്നില്ല. കാരണം അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ലോക മുസ്ലിമീങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? വായിക്കാൻ, പഠിക്കാൻ ഖുർആനിലെ അനവധി വചനങ്ങൾ സൂറത്ത് ബഖറയിലൂടെ, സൂറത്ത് ആൽ ഇംറാനിലൂടെ, സൂറത്ത് നിസായിലൂടെ, സൂറത്ത് മാഇദയിലൂടെ, സൂറത്ത് അൻആമിലൂടെ, സൂറത്ത് ആറാഫിലൂടെ, സൂറത്ത് അൻഫാലിലൂടെ, സൂറത്ത് തൗബയിലൂടെ, സൂറത്ത് യൂനുസിലൂടെ, സൂറത്ത് ഹൂദിലൂടെ, സൂറത്ത് യൂസുഫിലൂടെ, സൂറത്ത് റയദിലൂടെ, സൂറത്ത് ഇബ്രാഹിമിലൂടെ, സൂറത്ത് ഹിജ്റിലൂടെ, സൂറത്ത് നഖ്ലിലൂടെ, സൂറത്ത് ഇസ്രായിലൂടെ, കഹ്ഫിലൂടെ, മറിയമിലൂടെ, ത്വാഹയിലൂടെ, അംബിയായിലൂടെ, ഹജ്ജിലൂടെ, സൂറത്ത് മുഅ്മിനൂനിലൂടെ, സൂറത്ത് നൂറിലൂടെ, സൂറത്ത് ഫുർഖാനിലൂടെ, സൂറത്ത് ശുറായിലൂടെ, സൂറത്ത് നംലിലൂടെ, സൂറത്ത് ഖസസിലൂടെ, സൂറത്ത് അങ്കബൂത്തിലൂടെ, സൂറത്ത് റൂമിലൂടെ, സൂറത്ത് ലുഖ്മാനിലൂടെ, സൂറത്ത് സജ്ദയിലൂടെ, സൂറത്ത് അഹ്സാബിലൂടെ, സൂറത്ത് സബയിലൂടെ, സൂറത്ത് ഫാത്തിറിലൂടെ, സൂറത്ത് യാസീനിലൂടെ, അങ്ങനെ തുടങ്ങി സൂറത്ത് സഫാത്തിലൂടെ, അങ്ങനെ 37 അധ്യായങ്ങൾ കഴിഞ്ഞ് 114 അധ്യായം വരെ വിശുദ്ധ ഖുർആനിലൂടെ കടന്നുപോയാൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പിന്നെ ഒരു മുസ്ലിമിന് സാധിക്കില്ല. ദർഗകൾ കെട്ടിയുയർത്താൻ ഒരു മുസ്ലിമിന് പിന്നെ സാധിക്കില്ല. മദ്യപിക്കാൻ ഒരു മുസ്ലിമിന് പിന്നെ സാധിക്കില്ല. പുകവലിക്കാൻ ഒരു മുസ്ലിമിന് പിന്നെ സാധിക്കില്ല. ഹറാമുകൾ ചെയ്യാൻ ഒരു മുസ്ലിമിന് പിന്നെ സാധിക്കില്ല. വ്യഭിചരിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കില്ല. കള്ളം പറയാൻ ഒരു മുസ്ലിമിന് സാധിക്കില്ല. മറ്റൊരു മതവിഭാഗക്കാരന്റെയോ ആദർശക്കാരന്റെയോ ആദർശത്തെ ആയുധം കൊണ്ട് നേരിടാൻ ഒരു മുസ്ലിമിന് സാധിക്കില്ല. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ബോംബെടുക്കാൻ, ആയുധമെടുക്കാൻ, അന്യമതക്കാരനെ വെട്ടി പരിക്കേൽപ്പിക്കാൻ, അവനെ കൊല്ലാൻ ആയുധം കയ്യിലേന്തി ന്യായാന്യായങ്ങൾ നോക്കാതെ, ധർമാധർമ്മങ്ങൾ നോക്കാതെ, നീതി നോക്കാതെ, എല്ലാ നിയമങ്ങളും കയ്യിലെടുത്ത് അമ്മാനമാടുന്ന കൊട്ടേഷൻ പാർട്ടികൾ മുസ്ലിം നാമധാരികൾ ഉണ്ടാകുമായിരുന്നില്ല. വിശുദ്ധ മഹല്ലുകൾ, പള്ളി മിമ്പറുകളിൽ അള്ളാഹുവിന്റെ ഖുർആൻ
ഈ നോക്കൂ, റസൂലുള്ളാഹിന്റെ ഖുത്ബയെ പറ്റി പറഞ്ഞെടുത്ത് ഖുത്ബത്താനി യജ്ലിസു ബൈനഹുമാ യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. പ്രവാചക തിരുമേനി ഖുർആൻ ഓതി അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്ത് ജനങ്ങൾ ഉന്നതമായ സംസ്കാരത്തിന്റെ ഉടമകളായി ഖുത്ബയിലൂടെ എന്നാ പറയുന്നത്. 84 പള്ളികളുള്ള ഈ പൊന്നാനി പരിസരത്ത് 84 പള്ളികൾ. ആകെ മാതൃഭാഷയിൽ ഖുത്ബ നടക്കുന്നത് 1, 2, 3 പള്ളികൾ ഉണ്ടായിരിക്കാം. അതിലപ്പുറത്തേക്ക് ഇവിടെ പള്ളികളില്ല. അറബി ഭാഷയിൽ ഖുത്ബ കേൾക്കുന്ന ഖൗമിന് ഉസ്താദ് എന്താ പറയുന്നതെന്ന് അറിയില്ല. ഉസ്താദിന് പോലും എന്താ ഈ പറയുന്ന അറിയില്ല. ഈ ജനത ഇത്രയും കാലമായി പരിവർത്തിപ്പിക്കപ്പെടാതെ കിടന്നതിന്റെ കാരണങ്ങൾ ഒന്നതാണ്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും ഫയുദില്ലുല്ലാഹു മയ്യശാ വയഹ്ദി മയ്യശാ. ഖുർആനിലെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം 4-ാമത്തെ വചനമാണ്. ആ വചനത്തിന്റെ അർത്ഥം അറിയോ? ലോകത്തൊരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. അല്ലാഹ് പറയാണ്, ആ പ്രവാചകൻ ഏതൊരു സമൂഹത്തിലേക്കാണോ അയക്കപ്പെട്ടത്, അത് കേരളത്തിലേക്കാണെങ്കിൽ ആ പ്രവാചകൻ മലയാളത്തിലാണ് സംസാരിക്കുക. അല്ലാഹ് പറയാൻ, അറബി നാട്ടിലേക്കാണെങ്കിൽ ആ പ്രവാചകൻ അറബിയിലാണ് സംസാരിക്കുക. കൊങ്കിണി സംസാരിക്കുന്നിടത്താണെങ്കിൽ ആ പ്രവാചകൻ കൊങ്കിണിയാണ് സംസാരിക്കുക. തമിഴാണ് സംസാരിക്കുന്നതെങ്കിൽ ആ പ്രവാചകൻ തമിഴാണ് പറയുക. ഇനി അരാമിക് ഭാഷയാണെങ്കിൽ ആ പ്രവാചകൻ അരാമിക് ഭാഷയാണ് പറയുക. ഹീബ്രു നാട്ടിലാണെങ്കിൽ ആ പ്രവാചകൻ ഹീബ്രു ഭാഷയിലാണ് പറയുക. അല്ലാഹ് പറയാണ്, എന്ത്? ഏതൊരു ജനതയുടെ ഭാഷ എന്താണോ ആ ഭാഷയിലാണ് നാം പ്രവാചകന്മാരെ അയച്ചത്. എന്തിനു വേണ്ടി? അതും അല്ലാഹ് ആയത്തിൽ പറയാണ്, ജനങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ, ജനങ്ങൾ കാര്യങ്ങൾ അറിയാൻ, ജനങ്ങൾ കാര്യങ്ങൾ പഠിക്കാൻ. അപ്പൊ ജനങ്ങൾ നന്നാകണമെങ്കിൽ, ജനങ്ങൾ പഠിക്കണമെങ്കിൽ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവർക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അവരുടെ ഭാഷയിലായിരിക്കണം സംസാരിക്കുന്നത് എന്നല്ലാഹു. എന്തുകൊണ്ട് റസൂലുള്ളാഹി അറബിയിൽ പറഞ്ഞു? റസൂലുള്ളാഹിന്റെ ഓഡിയൻസ് അറബികളാണ്. അതിലെ ഭൂരിപക്ഷവും അറബികളാണ്. വിദേശികൾ വളരെ കുറവേ ഉള്ളൂ, നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ മലയാള മക്കളെ, മലയാളികളെ, സമൂഹത്തെ നന്നാക്കാനുള്ള വഴി അവർക്ക് തിരിയുന്ന ഭാഷയിൽ വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ച്, പ്രവാചക വചനം ഉദ്ധരിച്ച് പ്രസംഗിക്കുക എന്നുള്ളതാണ്. മുജാഹിദുകളുടെ പബ്ലിക്കിലെ പ്രസംഗം കേട്ട് ആളുകൾ നേരെ പള്ളിയിൽ വരികയാണ് അല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ചേ, സുന്നി ഉസ്താദുമാരുടെ പബ്ലിക്കിലെ പ്രസംഗം കേട്ട് ആരെങ്കിലും ആകർഷിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. നാ ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാം, പള്ളിയിൽ ചെല്ലാം, വെള്ളിയാഴ്ച എന്ന് വിചാരിച്ചാൽ അവിടെ അറബിയിലാണ്. എന്തു മനസ്സിലാകാനാണ്? നേരെ മറിച്ച് പബ്ലിക്കിൽ ഒരു മുജാഹിദിന്റെ പ്രസംഗം കേട്ട് അടുത്ത വെള്ളിയാഴ്ച മുജാഹിദുകളുടെ പള്ളിയിൽ പോകാമെന്ന് തീരുമാനിച്ചാൽ അവിടെ വന്നാൽ അവന് തിരിയുന്ന ഭാഷയിൽ ആയത്തുദ്ധരിച്ച്, ഹദീസ് ഉദ്ധരിച്ച് ഈ സമുദായത്തെ സമുദ്ധരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കാത്ത ഒരു ഖൗമിനെ സംബന്ധിച്ച് അവര് മഹ്ശറയിൽ വരും എന്ന് അല്ലാഹു പറയാണ്. എവിടെയാണത്? ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹ 124 മുതൽ 126 വരെയുള്ള വചനം. ശ്രദ്ധിക്കണം യുവാക്കളെ, ജീവിതത്തിന്റെ പടപടപ്പിൽ പെട്ടുപോയ യുവാക്കളെ, ഒരു ആക്സിഡന്റ് ആയി, ബൈക്ക് ആക്സിഡന്റ് ആയി, സൈലന്റ് അറ്റാക്ക് ആയി, മരം മുറിഞ്ഞു വീഴലായി, ഏതേത് രൂപത്തിലും ഈ ലോകത്തോട് വിട പറയുന്ന ഒരവസ്ഥ ഇന്നില്ലെങ്കിലും നാളെ നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ പടച്ച തമ്പുരാന്റെ ഈ വചനങ്ങളെ മുഖവിലക്കെടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ആരെങ്കിലും അള്ളാഹുവിന്റെ ഖുർആനിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ, ഖുർആൻ പഠിക്കാതെ തിരിഞ്ഞു കളഞ്ഞാൽ ഒരു ഇടുങ്ങിയ ജീവിതം അവനിവിടെ ഉണ്ടാകും. അന്ധനായിട്ടാണ് അവൻ പരലോകത്ത് വരിക, കണ്ണ് കാണാത്തവനായി. അല്ലാഹ് പറയാണ്, കണ്ണ് കാണാത്തവനായി, കണ്ണില്ലാത്തവനായി പരലോകത്ത് ഈ മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിക്കുക. അന്ധനായിട്ടാ വരിക, കണ്ണ് കാണാത്തവനായിട്ടാ വരിക. ഖുർആനിന്റെ അർത്ഥം പഠിക്കാത്തതിന്റെ പേരിൽ, ഖുർആനിന്റെ ആശയം പഠിക്കാത്തതിന്റെ പേരിൽ, ഖുർആൻ അനുസരിച്ച് ജീവിതത്തിൽ അത് പകർത്താത്തതിന്റെ പേരിൽ അവൻ നാളെ മഹ്ശറയിൽ വരും. എന്നിട്ട് അവൻ അല്ലാഹുവിനോട് ചോദിക്കും, അല്ലാഹ് എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ, എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നല്ലോ, എന്തേ അല്ലാഹ് ഞാനിവിടെ അന്ധനായിട്ട് എന്നെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് ചോദിക്കും. അത് ചോദിക്കുമ്പോ അല്ലാഹ് പറയും, എന്തുകൊണ്ട്? ഇന്ന് നിന്നെയും മറക്കുകയാണ്. കാരണം എന്റെ ഖുർആൻ നിനക്ക് വന്നെത്തി, ആ ഖുർആൻ നീ പഠിച്ചില്ല, അതനുസരിച്ച് നീ ജീവിച്ചില്ല. അല്ലാഹു പറയാണ്,
ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ അറഅയ്തഹു ഖാശിയം മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. വിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായത്തിലെ 21-ാമത്തെ വചനം. ഈ ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിന്റെ മേലെയാണ് നാം അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ഭയപ്പാട് നിമിത്തം അത് പൊട്ടിപ്പിളരുന്നത് നിനക്ക് കാണാമായിരുന്നു. മനുഷ്യനോ എന്ത് ഗൗരവം! എന്താണ് ആളുകൾ അത് പഠിച്ചത്? ആളുകൾ പഠിച്ചില്ല. ഇന്നത്തെ യുവസമൂഹം ഖുർആനുമായി എന്ത് ബന്ധമുള്ളത്? പരിശുദ്ധ റമദാനിൽ ഏതെങ്കിലും ഒരു പള്ളിമൂലയിൽ 10 മിനിറ്റ് ഓതിയാൽ ആയി എന്നത് ഒഴിച്ചു നിർത്തിയാൽ എന്നും വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. ആലോചിച്ചേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ഈ സമുദായത്തിന്റെ അവസ്ഥ പറയാൻ, നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കണം. എവിടെയാ പാരായണം? 33-ാം അധ്യായം 34-ാമത്തെ വചനം. ഖുർആനും സുന്നത്തും നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് പാരായണം ചെയ്യാം. അതെവിടെ? അതെവിടെ? അതെവിടെയാണുള്ളത്? എവിടെ അങ്ങനെ ഒരു സമൂഹം? നമ്മൾ എല്ലാവരും അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയും. അവനവന്റെ പ്രസ്ഥാനത്തിന്റെ പേരിൽ അഭിമാനം കൊള്ളും. പറ, എവിടെ? ഈ ഖുർആനും സുന്നത്തും പഠിച്ച് ദാമ്പത്യം നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെവിടെ? ഈ ഖുർആനും സുന്നത്തും പഠിച്ച് കച്ചവടം നടക്കുന്ന വ്യാപാരികൾ എവിടെ? ഈ ഖുർആനും സുന്നത്തും പഠിച്ച് അയൽവാസിയോട് പെരുമാറുന്ന മുസ്ലിം എവിടെ? ഈ ഖുർആനും സുന്നത്തും പഠിച്ച് കറക്റ്റായിട്ട് നിസ്കരിക്കുന്ന മുസ്ലിം എവിടെ? ഈ ഖുർആനും സുന്നത്തും പഠിച്ച് മദ്യം ഉപേക്ഷിക്കുന്ന മുസ്ലിങ്ങൾ എവിടെ? ഈ ഖുർആനും സുന്നത്തും പഠിച്ച് കൊള്ളയും കൊലയും ഉപേക്ഷിക്കുന്ന മുസ്ലിങ്ങൾ എവിടെ? എന്ത് സംഭവിച്ചു ഈ സമുദായത്തിന്? അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങൾ നോക്കേ, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുന്നവനേക്കാൾ ഉത്തമനായി ആരുണ്ട്? ഈ സമുദായത്തിൽ പറയുന്നു എത്രയോ പ്രാവശ്യം. ഇപ്പൊ നിങ്ങൾ നോക്കേ, ഇപ്പത്തുള്ള ഒരു അവസ്ഥ എന്താ? ഇപ്പൊ മുസ്ലിയാക്കന്മാരൊക്കെ വരലെങ്ങനെ? ഒരു സ്ക്രീനായിട്ട് വരും, അതവിടെ വലിച്ചു കെട്ടും, 48 ക്ലിപ്പിംഗ് ഇട്ട് ഇളിച്ച് ഇന്നലെ പോയി. ഏത് 48 കണ്ടോ മുറിയുള്ള ക്ലിപ്പിംഗ്? ഒരു ഹദീസ് പൂർണ്ണമായിട്ട്, ഒരായത്ത് പൂർണ്ണമായിട്ട് ഓതാൻ കഴിഞ്ഞില്ല. ഞാൻ വെറുതെ പറയല്ല. ഈ തിരുനാവായി എനിക്ക് മറുപടി പറയാൻ ഒരു അക്സനി വന്നു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. പോലീസുകാർ വന്നിട്ട് പറഞ്ഞു ക്ലിപ്പിംഗ് പാടില്ല. പിന്നെ ചെങ്ങായിന്റെ കഥ അറിയണമെങ്കിൽ പ്രസംഗിക്കാൻ കഴിഞ്ഞില്ലോനെ. കാരണം കഴിഞ്ഞ 5 കൊല്ലായി ഈ തുണിപ്പന്തല് കെട്ടിയിട്ട് അപ്പുറപ്പുറം കട്ട് ചെയ്ത് കേൾപ്പിച്ച് വിളമ്പി ബിരിയാണി നിന്ന് മൂക്കറ്റം നിന്ന് പോക്കറ്റെറിച്ചും ചുപ്പക്കുപ്പായ നിറച്ചും കായും വാങ്ങിപ്പോയ പരിചയമാണ്. ആയത്തോതിയ പരിചയമല്ല, ഹദീസോതിയ പരിചയമല്ല. നേരെ മറിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇടാറുണ്ട് ക്ലിപ്പിംഗ്. പക്ഷേ തലയും വാലും മുറിച്ചല്ല, ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ച് അതിനെതിരായ പരാമർശങ്ങൾ കേൾപ്പിച്ച് ന്യായാന്യായങ്ങൾ നിരത്തി മുജാഹിദുകളും പ്രസംഗിക്കുന്നുണ്ട് കൈരളിയിൽ. പക്ഷേ ജനങ്ങളെ, മനുഷ്യരെ, അള്ളാഹുവിന്റെ ഖുർആൻ ഉദ്ധരിക്കാൻ, റസൂലുള്ളാഹിന്റെ വചനം ഉദ്ധരിക്കാൻ ഈ സമൂഹത്തിൽ എവിടെ? തൗഹീദ് പഠിപ്പിക്കാൻ, ആയത്ത് ഉദ്ധരിച്ച് ഹദീസ് ഉദ്ധരിച്ച് ഇസ്തിഗാസയും തവസ്സുലും ചർച്ച ചെയ്യാൻ, പ്രാർത്ഥനയാകുന്ന ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുന്ന ഒരു സൊസൈറ്റി ഇവിടെ ജീവിച്ചു കൊണ്ടിരുന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് മനസാക്ഷി കുത്തുണ്ടായോ? പോപ്പുലർ ഫണ്ടിന് മനസാക്ഷി കുത്തുണ്ടായോ? ഉണ്ടായില്ല. ഞാനത് കുറ്റപ്പെടുത്തി പറയല്ല, നിങ്ങൾ തന്നെ ചിന്തിച്ചോ. സലീം അഹമ്മദാനി മുജാഹിദ് പ്രസ്ഥാനത്തിലൊരു മെമ്പറായിപ്പോ NDF-ന്റെ സ്റ്റേറ്റ് നേതാക്കന്മാരിൽ ഒരാളായിരുന്നു സലീം അഹമ്മദാനി. അതേ സമയത്ത് NDF-ന്റെ സ്റ്റേറ്റ് നേതാവായ അതേ സമയത്ത് SSF-ന്റെ ജില്ലാ സെക്രട്ടറിയുമായിരുന്നു കൊല്ലത്ത് അദ്ദേഹം. ഒരേ സമയത്ത് SSF-ന്റെ ജില്ലാ സെക്രട്ടറി. അഥവാ മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ, മമ്പറന്നങ്ങളെ കാക്കണേ, ഉള്ളാളന്നങ്ങളെ കാക്കണേ, അമ്പിയാക്കളെ രക്ഷിക്കണേ, ഔലിയാക്കളെ കാക്കണേ, ഭീമാ ഉമ്മിച്ച രക്ഷിക്കണേ, മുനമ്പത്ത് ബീവിയെ കാത്തോളനെ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്നും അതാണ് ഇസ്ലാം എന്നും പ്രചരിപ്പിച്ച SSF-ലെ മെമ്പറായിരുന്ന അതേ സമയത്ത് NDF-ന് സലീം അഹമ്മദാനിക്ക് സ്റ്റേറ്റ് മെമ്പർഷിപ്പ് കൊടുക്കാൻ കഴിഞ്ഞു. കാരണം തൗഹീദ് NDF-ന് പ്രശ്നമായിരുന്നില്ല. ആയിരുന്നെങ്കിൽ ഫൈസിമാർ അതിന്റെ സ്റ്റേറ്റ് തലപ്പത്തിരിക്കുമോ? ഇന്നും സുന്നി പണ്ഡിതന്മാർ NDF-ന്റെ തലപ്പത്തിരിക്കുമോ? തൗഹീദ് പ്രാധാന്യം നൽകിയ ബദർ പറയുന്നുണ്ടല്ലോ, ഖന്തക്ക് പറയുന്നുണ്ടല്ലോ, ഹുനൈൻ പറയുന്നുണ്ടല്ലോ, ഖൈബർ പറയുന്നുണ്ടല്ലോ, ഖാദിസിയും മൂത്തയും പറയുന്നുണ്ടല്ലോ. പറ, ബദർ യുദ്ധത്തിൽ നബിയോടൊപ്പം പങ്കെടുത്ത ഏത് സഹാബിയാണ് ഇബ്രാഹിം നബിയെ കാക്കണേ, അല്ലാഹ് രക്ഷിക്കണേ,
മുഹമ്മദ് നബിയെ രക്ഷിക്കണേ, അല്ലാഹ് കാക്കണേ. നൂഹ് നബിയെ കുട്ടികളെ തരണേ, അല്ലാഹ് കാക്കണേ. അതുപോലെ ഇബ്രാഹിം നബിയെ കുട്ടികളെ തരണേ, അല്ലാഹ് കാക്കണേ എന്ന് പറഞ്ഞൊരു ഖൗമ് റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്നോ? ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഹൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. 8-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. ബദർ യുദ്ധത്തിൽ വെച്ച്, ആ ബദറിന്റെ പശ്ചാത്തലത്തിൽ വെച്ച് അല്ലാഹുവോട് ഇസ്തിഗാസ നടത്തി നബിയും സഹാബത്തും അല്ലാഹുവിനോട് ഇസ്തിഗാസ നടത്തി. അല്ലാഹ് സഹായിച്ചു എന്നാണ്. അത് പഠിപ്പിക്കാൻ സാധിക്കോ? ഇന്നെ ആലോചിച്ചു നോക്കിയേ. ഒരു ദർഗ പൊളിക്കാൻ ഇവിടുത്തെ സംഘപരിവാരങ്ങൾ വരുന്നു എന്ന് വിചാരിക്കുക, NDF അതിനെ തടുക്കുന്നു എന്ന് വിചാരിക്കുക. എന്താ ഇവിടുത്തെ സ്വഭാവം ഉണ്ടാവുക? എന്താ ഉണ്ടാവുക? ദർഗാ പൂജകരെ സംരക്ഷിക്കേണ്ടി വരും, ശിർക്കിനെ സംരക്ഷിക്കേണ്ടി വരും. നേരെ മറിച്ച് അലിയാർ തങ്ങളോട് റസൂൽ എന്ന് പറഞ്ഞ വാക്കെന്താ? അലി പൊന്തി നിൽക്കുന്ന ഒരൊറ്റ ഖബറും തട്ടി നിരപ്പാക്കാതെ വിട്ടേക്കരുത് എന്നതായിരുന്നു അലിയാർ തങ്ങളോട് റസൂലുള്ളാഹിന്റെ പ്രഖ്യാപനം. എന്റെ പ്രിയപ്പെട്ട പോപ്പുല പണ്ടുകാരെ, നാളെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ദർഗ പൊളിക്കാൻ ഒരു സമൂഹം വന്നാൽ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യും, തടുത്തു നിർത്തും. എന്തേ കാരണം? നമുക്കൊരു മുസ്ലിം സ്പിരിറ്റാ ഉള്ളത്. അലി റളിയല്ലാഹു ഒരു കാലഘട്ടത്തിൽ വന്നു ഉയർന്നു നിൽക്കുന്ന ഖബറുകൾ തട്ടി നിരപ്പാക്കാൻ. അതാണ് ഇസ്ലാം. പക്ഷേ നമുക്കിന്നത് സംരക്ഷിക്കേണ്ടി വരും. കാരണം നമ്മൾ ഇസ്ലാമിന്റെ സംരക്ഷകരല്ല, ലോക്കൽ മുസ്ലിമീങ്ങളുടെ സംരക്ഷകരാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം നാമധാരികളുടെ സംരക്ഷകരായതുകൊണ്ട് റസൂലുള്ള നടപ്പാക്കിയ ദീന് നടപ്പാക്കാൻ നമുക്ക് കഴിയില്ല. മന്ത്രി ചൂതിയ ചരടുള്ള ഏതേത് വ്യക്തിയെയും NDF-ലെ മെമ്പറാകാം, സോളിഡാരിറ്റിയിലെ മെമ്പറാകാം. എന്തേ കാരണം? അവർക്ക് ദീന് പ്രശ്നമല്ല, ദുനിയാവിലെ സംഘടിത ബോധമാണ് ആളുകൾക്ക് പ്രശ്നം. അല്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ അടുത്ത കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ടോ? 941-ൽ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കപ്പെട്ടു. അബ്ദുൽ അലാ മൗദൂദിയുടെ സിദ്ധാന്തങ്ങൾ ഇന്ത്യയിൽ ചർച്ചയാകപ്പെട്ടു. സംഘപരിവാരങ്ങൾ വളരെ ഭീഷണമായ രൂപത്തിൽ അത് ചർച്ച ചെയ്തു. ഇവിടുത്തെ CPM പോളിറ്റ് ബ്യൂറോ അംഗമായ സീതാറാം യെച്ചൂരി വരെ RSS ജമാഅത്തെ ഇസ്ലാമി തമ്മിലുള്ള സമാനതകൾ എഴുതി രേഖപ്പെടുത്തി. ഇന്ത്യ ഒരു ഭീകരവാദത്തിന്റെ ഞെരിപ്പോടുകളിൽ അകർന്നു. കമ്മ്യൂണിസ്റ്റ് ദാർശനികന്മാരുടെ കൂടെ വേദി പങ്കുവെച്ചും സ്റ്റേജ് പങ്കുവെച്ചും ജീവിതത്തിൽ പഠിച്ചും വളർന്നുമുള്ള മൗദൂദിക്ക് ഇസ്ലാമിനെ ബദലായി അവതരിപ്പിക്കാൻ, കമ്മ്യൂണിസത്തിന് ബദലായി ഇസ്ലാമിനെ അവതരിപ്പിക്കാൻ പല കോട്ടിമാട്ടലുകൾ ചെയ്യേണ്ടി വന്നു. അന്ന് ഇതാഅത്ത് ഒരു ചർച്ചയായിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്ക്, ഇബാദത്ത് ഒരു ചർച്ചയായിരുന്നു, ഇലാഹു റബ്ബും ഒരു ചർച്ചയായിരുന്നു. എന്നാൽ ഇന്ന് SIO, സോളിഡാരിറ്റി, വെൽഫെയർ പാർട്ടി തുടങ്ങി പലതുവിടുണ്ടല്ലോ. ഇബാദത്ത് അവർക്ക് ചർച്ചയാണോ? ഇതാഅത്ത് അവർക്ക് ചർച്ചയാണോ? ഇന്നിവിടെ അനുസരണമില്ലേ? അനുസരണത്തിലെ ശിർക്കില്ലേ? ജമാഅത്തെ ഇസ്ലാമി എന്തേ ഇപ്പൊ ചർച്ച ചെയ്യാത്തത്? അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അതിന്റെ തലപ്പത്തിരിക്കുക എന്ന ദുനിയാവിന്റെ മോഹം. അവിടെ എത്തിയപ്പോ പിന്നെ ഇബാദത്ത് ചർച്ചയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? വാദപ്രതിവാദമുണ്ടോ? ഖണ്ഡനമണ്ഡനുണ്ടോ? ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇബാദത്തും ഇതാഅത്തും വിഷയം വെച്ച് മുഖാമുഖങ്ങൾ നടന്നിരുന്നല്ലോ. എവിടെ പോയാ മുഖാമുഖം? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിൽ ഇസ്തിഗാസ ഞങ്ങൾക്ക് ചർച്ചയായി. ഇന്നും ഞങ്ങൾക്കത് ചർച്ചയാണ്. ഇന്നലെയും ഞങ്ങൾ കരാർ എഴുതി. വാദപ്രതിവാദത്തിൽ ഇസ്തിഗാസയുടെ കരാർ. നിങ്ങൾ എവിടെ? ഇതാഅത്തിന്റെ പേരിൽ നിങ്ങളുടെ കരാറുകൾ എവിടെ? ഇബാദത്തിന്റെ പേരിൽ നിങ്ങളുടെ കരാറുകൾ എവിടെ? IPH പ്രസിദ്ധീകരിച്ച തൗഹീദ് സമഗ്ര പഠനം എന്ന പുസ്തകം ഇന്ന് കെട്ടിക്കിടക്കുകയാണ്. വായിക്കുന്ന ഒരൊറ്റ ജമാഅത്തുകാരനില്ല. ഇസ്ലാമിലെ സാങ്കേതിക ശബ്ദം എന്ന പുസ്തകം കെട്ടിക്കിടക്കുകയാണ്. വായിക്കുന്നവരെന്നില്ല. എന്തേ കാരണം? അവർക്കൊക്കെ ദുനിയാവ് തന്നെ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, മെഴുകുതിരി വട്ടത്തിൽ വെളിച്ചം കത്തിച്ചു വെച്ച് ബദറിന്റെ, ഉഹദിന്റെ, ഖന്തക്കിന്റെ, ഹുനൈനിന്റെ, ഖാദിസിയുടെ, ഖൈബറിന്റെ, മോത്തയുടെ യുദ്ധങ്ങളുടെ കൊടുമ്പിരി കൊണ്ട ചരിത്രം പറഞ്ഞിരുന്ന പോപ്പുലർ ഫണ്ടിന്നവിടെ അവർക്കൊന്ന് ബദറില്ല, ഉഹദില്ല, മെഴുകുതിരി വട്ടമില്ല. കാരണം അവരും രൂപീകരിച്ചു കഴിഞ്ഞു രാഷ്ട്രീയ പാർട്ടി. മതസമൂഹത്തെ വിജൃംഭിതമാക്കി അവരവിടെ എത്തിച്ചു. ബാക്കിയൊക്കെ മറന്നുപോയി. എന്നാൽ അന്നും ഇന്നും മുജാഹിദ് പ്രസ്ഥാനം എന്ത് പറഞ്ഞുവോ അവിടെ ഇന്നും 1000 കുതിരശക്തിയോടെ ഞങ്ങൾ നിലനിൽക്കുന്നു. ഞങ്ങൾ വരില്ല, വോട്ട് ചോദിച്ചു വരില്ല, ഇല്ല. അധികാരത്തിന്റെ അപ്പകഷ്ടങ്ങൾ കണ്ട് ആർത്തിമൂത്ത് ദുരമൂത്ത കഴുകന്മാരെ പോലെ അധികാരത്തിന്റെ തളികയിലേക്ക് ഞങ്ങൾ എത്തി നോക്കില്ല. മറിച്ച് ഞങ്ങൾ നിങ്ങളെ വിളിക്കും, വളരെ വൈകാരികമായി ഞങ്ങൾ പ്രസംഗിക്കും.
നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷ തേടാൻ സ്വർഗത്തിന്റെ വഴികൾ പറഞ്ഞു തരാൻ മുജാഹിദ് പ്രസ്ഥാനം എന്നും ഉണ്ടാകും. നിങ്ങൾ പിന്താങ്ങാൻ തയ്യാറുണ്ടോ? അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? സപ്പോർട്ട് ചെയ്യാൻ തയ്യാറുണ്ടോ? അറ്റ്ലീസ്റ്റ് ഞങ്ങളെ തല്ലിച്ചതയ്ക്കുന്നതിൽ നിന്നും വിമർശിക്കുന്നതിൽ നിന്നും മാറി നിൽക്കാൻ തയ്യാറുണ്ടോ? എങ്കിൽ കേരള ജനതയെ നവോത്ഥാനത്തിന്റെ പടപ്പാട്ട് പാടുന്നതിൽ ഏറ്റവും ഉന്നതമായ ഒരു സോപാനത്ത് ഞങ്ങൾ കൊണ്ടുവെക്കും ബിഇദ്നില്ലാഹി തആല. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ സമകാലിക മുസ്ലിങ്ങൾക്ക് അതിനോടുള്ള സമീപനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ പഠിപ്പിച്ച ഒരു തൗഹീദ് ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച ഒരു തൗഹീദ് ഉണ്ടായിരുന്നു. ആ തൗഹീദ് എന്താണെന്ന് ചോദിച്ചാൽ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമല്ല, പ്രവാചകന്മാർ മുഴുവനും ആ സമൂഹത്തിൽ വന്നു. ആ സമൂഹത്തിൽ വന്നിട്ട് പ്രവാചകൻ അവരോട് പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന കലിമത്ത് തൗഹീദ് പഠിപ്പിച്ചു. ശിർക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ, തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ സംഭവം മാത്രം ഞാൻ പറയും. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അവർ ഹജ്ജ് ചെയ്യാറില്ല. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പറയും അവര് ഹജ്ജ് ചെയ്യാറുണ്ടായി. അവിടെ അവര് തൽബിയത്ത് ചെല്ലാറുണ്ടായി. സഹീഹ് മുസ്ലിമിൽ മക്ക മുശ്രിക്കുകളുടെ തൽബിയത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. മുജാഹിദുകൾ എന്തിനാ അത് ഉദ്ധരിക്കുന്നത്? മുസ്ലിം സമൂഹത്തിൽ ശിർക്കുണ്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാണ്, നിങ്ങൾ മനസ്സിലാക്കി തരാനാണ്. അതെന്താണ്? സഹീഹ് മുസ്ലിമിലെ തൽബിയത്ത് ഇങ്ങനെയാണ് ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മക്ക മുശ്രിക്കുകൾ ഹജ്ജിന് വരാറുണ്ടായി. അബൂജഹലും ഉത്ബത്തും ഷൈബത്തും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, മക്ക മുശ്രിക്കുകൾ ഒരു തൽബിയത്ത് ചെല്ലാറുണ്ടായി. ആ തൽബിയത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മനുഷ്യനെ പഠിപ്പിച്ച വളരെ പ്രധാനമായ സഹീഹ് മുസ്ലിമിലെ ഒരു തൽബിയത്തും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യം. മക്കയിലെ ഹറമിന്റെ പരിസരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ തൽബിയത്ത്. എന്താ തൽബിയത്ത്? മക്ക മുശ്രിക്കുകൾ വിളിച്ച തൽബിയത്ത്, മക്കയിലെ മുസ്ലിമീങ്ങൾ വിളിച്ച തൽബിയത്ത് വേറെ, മക്ക മുശ്രിക്കുകൾ വിളിച്ച തൽബിയത്ത് വളരെ ഗൗരവമായി മനസ്സിലാക്കണം. മക്ക മുശ്രിക്കുകളുടെ തൽബിയത്തിൽ നിന്ന് മക്കയിലെ മുസ്ലിമീങ്ങളുടെ തൽബിയത്തിലേക്ക് ഈ സമൂഹത്തോട് വരാനായി നമ്മൾ പറയും. എന്താ മക്ക മുശ്രിക്കുകളുടെ തൽബിയത്ത്? അത് നമ്മളൊന്ന് കേൾക്കണം എല്ലാവരും. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും. സഹീഹ് മുസ്ലിമിൽ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അതിലെന്താ പറയുന്നത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഇത്രയും പറയും. ഇത്ര പറയുമ്പോൾ റസൂലുള്ളാഹി ഇടപെടും. റസൂലുള്ളാഹി ഇടപെട്ട് പറയും, ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലക്കും ഖദ് ഖദ്. നബി പറയും, അതായത് മക്കയിലെ അബൂജഹൽ, അബൂലഹബ്, വലീദ് ഇബ്നു മുഗീറ അതുപോലെയുള്ള ആളുകൾ അവരെന്താ പറയുന്നത്? മക്കയിൽ വന്നിട്ട് കഅബത്ത് വന്നിട്ട് പറയുന്നത് എന്താണ്? അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം ഞങ്ങൾ നൽകി, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. അല്ലാഹുവേ, നിനക്ക് പങ്കുകാരില്ല. ഇത്രയും എത്തിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി ഉടനെ ഇടപെടും. എന്നിട്ട് മക്ക മുശ്രിക്കുകൾ പറയും, മതി 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 മതി. വേറൊരു കാര്യം കൂടി അവർ പറഞ്ഞിരുന്നു. അതെന്താന്ന് ജനങ്ങളെ നിങ്ങളൊന്ന് ശരിക്കും പഠിക്കണം. മക്ക മുശ്രിക്കുകൾ പറഞ്ഞിരുന്ന കാര്യം എന്താ? അത് നാശമാണെന്നാ റസൂലുള്ളാഹി പറഞ്ഞു. വൈലക്കും ഖദ് ഖദ്, നിങ്ങൾക്ക് നാശം നാശം. അത് പറയല്ലേ. ഏത് പറയല്ലേ? ഏത് പറയല്ലേ? അത് കേട്ടോളൂ, കേട്ടോളൂ. അവരെന്താ പറഞ്ഞത്? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹുവേ, നിനക്ക് ഒരുതരം കൂറുകാരുണ്ട്, പങ്കുകാരുണ്ട്. ആ പങ്കുകാരുടെ പ്രത്യേകത എന്താ? ഇത് ആര് പറഞ്ഞതാ? മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞതാ. അല്ലാഹുവേ, അവർക്ക് സ്വന്തമായി കഴിവില്ല. അല്ലാ, അവർക്ക് സ്വന്തമായി കഴിവില്ല. അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ നീ കൊടുത്തതാ. അല്ലാഹുവേ, അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ ആ കഴിവ് മുഴുവനും നീയാ കൊടുത്ത്. നീ കൊടുത്ത കഴിവാ. കണ്ടോ? നീ കൊടുക്കാത്തൊരു കഴിവ് അവർക്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല.
ഇനി എന്റെ ചോദ്യം, എന്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ മുസ്ലിം സഹോദരങ്ങളും സഹോദരിമാരും ഒന്ന് കേൾക്കണം. അബൂജഹലിന്റെ വിശ്വാസം എന്താ? ലാത്തക്ക് സ്വന്തമായി കഴിവില്ല, മനാത്തക്ക് സ്വന്തമായി കഴിവില്ല. അതുപോലെ വദ്, സുവാഗ്, യഹൂസ്, യഹൂക്ക്, നസ്ർ, ലാത്ത, ഉസ്സ, മനാത്ത, ഖുബല്, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവർക്കൊന്നും സ്വന്തമായി കഴിവില്ല. അല്ലാഹ് കൊടുത്ത കഴിവാണ്. ആ കഴിവെന്താ ഞങ്ങൾ ചോദിക്കണത്? ഇനി പറ, കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ വിശ്വാസം എന്താ? മൊയ്തീൻ ശൈഖിന് സ്വന്തമായിട്ട് കഴിവുണ്ട്? മമ്പർ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിവുണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തമായിട്ട് കഴിവുണ്ടെന്ന? അല്ല, അല്ലാഹ് കൊടുത്ത കഴിവെന്താണ്? ഇപ്പൊ അടുത്ത സംഭരിച്ച പാറന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാർ, AP സുന്നികളുടെ പണ്ഡിതനായിരുന്നു. പാറന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാർ അയാള് ഖുതുബിയത്തിന് പരിഭാഷ എഴുതി. ആ പരിഭാഷയുടെ 24-25 പേജിൽ അദ്ദേഹം പറയാണ്, മൊയ്തീൻ ശൈഖിന് സ്വന്തമായി കഴിവുണ്ടെന്ന് മുസ്ലിങ്ങളാരും പറയുന്നില്ല. മുസ്ലിങ്ങളാരും പറയുന്നില്ല. മൊയ്തീൻ ശൈഖിന് അല്ലാഹ് കൊടുത്ത കഴിവെന്നാ ഞങ്ങൾ ചോദിക്കുന്നത്. അതിന് കുഴപ്പമില്ല. അപ്പൊ അബൂജഹലോ അബൂജഹലിന്റെ വിശ്വാസം എന്താ? അല്ലാഹ് കൊടുത്ത കഴിവെന്നാ ചോദിക്കണേ. എന്നിട്ടും ബദറിൽ അബൂജഹൽ മുശ്രിക്കായി മരിച്ചു. ആലോചിക്കണം, നിങ്ങൾ ശരിക്കും ആലോചിക്കുക. എന്ത് അല്ലാഹ് കൊടുത്ത കഴിവാണ് ഇവർക്കൊക്കെ. ഒരു ചെറുവിരൽ അനക്കാൻ പോലും കഴിവാർക്കില്ല. ഞങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മഹാന്മാർക്കില്ല. ആലോചിക്കണം, മഹാന്മാർക്കില്ല. എന്നിട്ട് റസൂൽ പറയാ ഈ മുശ്രിക്കാണ്. എങ്കിൽ ഇക്കാലഘട്ടത്തിൽ നബി പറഞ്ഞ അബൂബക്കറിനെ വിളിച്ചിരുത്തി പറയൂലേ, ഞാൻ അബൂജഹലിനോട് പറഞ്ഞ എന്നാ എന്നോടും പറയുന്നത്? ഞാൻ അബൂജഹലിനോട് പറയുന്നത് തന്നെയാ നിന്നോടും പറയുന്നത്. ഏത് എന്താ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ഒരു വിഭാഗത്തിന്റെ വിശ്വാസം? അല്ലാഹ് കൊടുത്ത കഴിവെന്നാ ഞങ്ങള് മുനമ്പത്ത് ബീവിനോട് ചോദിക്കണേ, മൊയ്തീൻ ശൈഖിനോട് ചോദിക്കണത്. അല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് കഴിവുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കണില്ല. നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം കേൾക്കണോ? ഇന്ത്യയിലെ 85% ഹിന്ദുക്കൾ പറയുന്നെന്താ? എന്താ അതാര് പറയണം? ഹിന്ദുക്കൾ പറയണം. ഞാൻ പറഞ്ഞാ മതിയോ? പോരാ, കേട്ടോ, ഹിന്ദുക്കൾ പറയണ കേട്ടോ. ഹിന്ദുധർമ്മ പരിചയം എന്ന് പറഞ്ഞൊരു വിഖ്യാതമായ ഗ്രന്ഥമുണ്ട്. ശ്രീരാമകൃഷ്ണ മഠം, പുറനാട്ടുകര, തൃശൂർ. അതാണ് അതിന്റെ പ്രസിദ്ധീകരണാലയം. പുസ്തകത്തിന്റെ പേര് ഹിന്ദുധർമ്മ പരിചയം. എഴുതിയ ആള് K പരമേശ്വരൻ പിള്ള. അതില് ഒന്നോ പലതോ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഒന്നോ പലതോ. ആ ഒന്നോ പലതോ എന്നുള്ള ചാപ്റ്ററിൽ 148 പേജിൽ 3-ാമത്തെ പാരഗ്രാഫിൽ 1-2 വരികളിൽ K പരമേശ്വരൻ പിള്ള പറയാണ്, ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ആ പുസ്തകം ഇന്നും നിങ്ങൾക്ക് ചെന്നാ കിട്ടും. ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. അടുത്ത വാചകം, ഒരു ദേവിക്കും ഒരു ദേവനും ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ കഴിവ് കൊടുക്കണം. എങ്ങനെ? ഒരു ഹിന്ദു പണ്ഡിതൻ പറയാണെന്ത്? ഒരു ദേവിക്ക് ഒരു ദേവനും സ്വന്തമായിട്ട് കഴിവില്ല. ഒരു പുൽക്കൊടി നീക്കാൻ അല്ലാഹ് കഴിവ് കൊടുത്തിട്ടല്ലാതെ. പറ, 85% ഇവിടുത്തെ ഹൈന്ദവരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ മെമ്പറാക്കാൻ സമസ്തക്ക് സാധിക്കുമോ? സമസ്തക്കാർക്ക് സാധിക്കുമോ? അവരുടെ വിശ്വാസം എന്താ? അല്ലാഹ് കൊടുത്ത കഴിവെന്ന് ഞങ്ങൾ ചോദിക്കണേ. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം ഞാൻ പറഞ്ഞു, ഹിന്ദുക്കളുടെ വിശ്വാസം ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഒരു വിഭാഗം മുസ്ലിമീങ്ങളുടെ വിശ്വാസം ഞാൻ പറഞ്ഞു. അപ്പോ 2 അല്ലാഹ് എന്ന് വിശ്വസിക്കലല്ല ശിർക്ക്. അല്ലെങ്കിൽ ഇന്ന ആള് ഇലാഹാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുന്നില്ല. ഒരു മരത്തെന്ന് ബർക്കത്തെടുക്കാന്ന് വിചാരിച്ചാൽ ശിർക്കാവും. ആയിട്ടുണ്ട്. റസൂലുള്ളാഹി അങ്ങനെയാ പഠിപ്പിച്ചത്. ഖൈബർ യുദ്ധ സന്ദർഭത്തിൽ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ആളുകൾ അവർ നബിയെ, മക്കാ മുശ്രിക്കുകൾക്കുള്ള മരല്ലേ ദാത്തു അൻവാദ്, ഞങ്ങൾക്കും വേണം അങ്ങനെ ഒരു മരം, ഞങ്ങൾക്കും വേണം വാള് ബക്കത്ത് തൂക്കിയിട്ട ഒരു മരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താ പറഞ്ഞേ? മുജാഹിദുകൾ പറഞ്ഞു പോട്ടെ, റസൂലുള്ളാഹി എന്താ പറഞ്ഞേ? സുബ്ഹാനല്ലാഹ്, അല്ലാഹ് എത്ര പരിശുദ്ധൻ. മൂസാ നബിന്റെ കൗമ് ഇലാഹിനെ ചോദിച്ചതിന് തുല്യാണ്. മൂസാ നബിന്റെ കൗമ് ഇലാഹിനെ ചോദിച്ചതിന് തുല്യാണ്. മനസ്സിലായോ? ഈ മരം ഇലാഹാണെന്ന് അവർ പറഞ്ഞോ? ഇലാഹിനെ തരണമെന്നവർ പറഞ്ഞോ? പിന്നെ എന്തേ പറഞ്ഞേ? മക്കാ മുശ്രിക്കർക്ക് മരണ്ട്, ബർക്കത്തിന് വാള് തൂക്കിയിടുന്നത്. അതുപോലെ ഒരു മരം ഞങ്ങൾക്ക് വേണം, അതുപോലെ ഒരു അള്ളാനെ വേണമെന്ന
അതുപോലൊരു ഇലാഹനെ വേണമെന്ന അല്ല. എന്നിട്ട് റസൂൽ പറയണെന്ത്? ഇലാഹായി. മുജാഹിദുകളും അതേ പറഞ്ഞു. മുഹമ്മദ് നബി എന്ത് പഠിപ്പിച്ചോ അതേ മുജാഹിദുകളും പറഞ്ഞു. ഇനി സാധാരണഗതിയിൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് ആരുടെ മുദ്രാവാക്യാണ്? മുജാഹിദുകളുടെയാണോ ഇസ്ലാമിൻ്റെതാണോ? ഇസ്ലാമിൻ്റെതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം എന്താ? ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ. പറയുക പ്രവാചക, എന്ത്? ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല. എങ്ങനെ? ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കില്ല. അപ്പൊ അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ എന്താവും? പങ്കു ചേർക്കലാവും അല്ലേ? അല്ലാഹ്ക്ക് പുറമെ ഒരു മഖ്ലൂക്കിനോടും, അതാ ഒരു മഖ്ലൂക്കിനോടും ഞാൻ പ്രാർത്ഥിക്കില്ല, ഒരു മഖ്ലൂക്കിനോടും ഞാൻ പ്രാർത്ഥിക്കില്ല. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താ വരിക? ശിർക്കായി പോവും. അത് ഞാൻ ചെയ്യൂല. അല്ലാഹനെ വിട്ട് ആരോട് പ്രാർത്ഥിച്ചാലും ശിർക്കാവും. സുലൈമാൻ സക്കാഫി മാളിയക്കൽ എന്ന് പറഞ്ഞ ഒരു സക്കാഫി ഉണ്ട്. ആ സക്കാഫിക്ക് ഇബാദത്താകുന്ന പ്രാർത്ഥനയുണ്ട്, ഇബാദത്തല്ലാത്ത പ്രാർത്ഥനയുണ്ട്. ഇതാര് പഠിപ്പിച്ച? മൂപ്പർക്ക് ബിലീസ്, മൂപ്പര് മുസ്ലിം കൈരളീനെ. നമ്മൾ റസൂലത പഠിപ്പിച്ചാ പറയും ഇബാദത്താകുന്ന പ്രാർത്ഥനയുണ്ട്, ഇബാദത്തല്ലാത്ത പ്രാർത്ഥനയുണ്ട്. മുസ്ലിയാരോട് ചോദിച്ചെന്നാ അതിനൊരു ഉദാഹരണം പറഞ്ഞേട്ടി. ഒരു ഉദാഹരണം, ഇബാദത്ത് നോക്കേ, അല്ലാഹുവേ എന്റെ രോഗം മാറ്റണേ, അത് ഇബാദത്താകുന്ന ആരാണ്? ഇനി ഇതേ കാര്യം മൊയ്തീൻ ഷെയ്ഖിനോട് പറഞ്ഞാൽ ആ പദം ഒന്ന് പറഞ്ഞു നോക്ക്. മൊയ്തീൻ ഷെയ്ഖ് എന്റെ രോഗം മാറ്റണേ, അല്ലേ? ഇബാദത്തല്ലാത്ത പ്രാർത്ഥനയ്ക്ക് ഒരു ഉദാഹരണം പറഞ്ഞാട്ടെ. മൊയ്ലിയമാരെ ഷർറിപ്പെട്ടു പോയ യുവാക്കളെ ഇബാദത്തല്ലാത്ത ഒരു പ്രാർത്ഥന പറയും. ഒരൊറ്റ ഉദാഹരണം ഇബാദത്തല്ലാത്ത. അങ്ങനെ റസൂലത പഠിപ്പിച്ചിട്ടുണ്ടോ? ഇബാദത്താകുന്ന പ്രാർത്ഥന ഇതാ, ബാത്റൂമിൽ കയറുമ്പോ, പള്ളിയിൽ കയറുമ്പോ, ഭാര്യ, ഇതൊക്കെ ഇബാദത്ത്. ഇനി ഇബാദത്തല്ലാത്ത കുറച്ച് പ്രാർത്ഥന പഠിപ്പിച്ചു തരാം എന്ന് നബി പറഞ്ഞു. ഇല്ല, കാരണം മർക്കസ് സക്കാഫത്ത് സുന്നിയെ പഠിച്ചില്ല നബി. അവിടെ പഠിച്ച ദുഃഖമുണ്ടോ? വിവരക്കേടിന്റെ കൂമ്പാരം അവിടെ പഠിച്ച ഏത് മനുഷ്യനുണ്ടോ? മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ദുനിയാവിലാരും പറയോ ഇബാദത്താകുന്ന പ്രാർത്ഥന? എന്നാ ഇബാദത്തല്ലാത്ത പ്രാർത്ഥനയ്ക്ക് ഒരു ഉദാഹരണം പറയും. മൊയ്തീൻ ഷെയ്ഖിനോടുള്ള സഹായം തട്ടാന്ന് പറയും. അങ്ങനെ മൊയ്തീൻ ഷെയ്ഖ് എന്റെ കുട്ടിനെ കാക്കണേ, അതിനല്ലേ അല്ലാഹുവേ എന്റെ കുട്ടിനെ കാക്കണേ. ഈ രണ്ട് ലഫ്ദിൽ ഏതാ വ്യത്യാസം? ഇനി പറയുന്നു അല്ലാഹ് കൊടുത്ത കഴിവെന്നാണ്. അതല്ലേ അബൂജഹൽ പറഞ്ഞു, അതല്ലേ കെ പരമേശ്വരൻ പിള്ള പറഞ്ഞു, അതല്ലേ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അതെങ്ങനെ തൗഹീദാവുക? ഇനിയോ ഇപ്പൊ ആളുകൾ മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി തൗഹീദി പ്രബോധനം പറഞ്ഞപ്പോ ഇപ്പൊ മുജാഹിദുകളെ മുശ്രിക്കാക്കാൻ ഒരു ടീം, മുജാഹിദുകളിൽ മുശ്രിക്കുണ്ട് എന്നും പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ, മടവൂരികൾ, ഓർക്ക് വേറെ പണിയൊന്നുമില്ല, രാവും പകലും എവിടുന്ന് അവിടെ ഓരോ കൂട്ടത്തിൽപ്പെട്ടവനെ ഒക്കെ ഇങ്ങനെ ഉറക്കത്തുനിന്ന് വിളിച്ചാണ്ടല്ലോ, കരിമ്പിലാക്കലിനെ അലീനൊക്കെ എന്താ സംഭവിച്ചു ഒന്നും അറിയില്ല. എവിടെ ഒക്കെയാലും ജിന്നു സീർ, ജമാഅത്തെ ഇസ്ലാമിക്ക് വരെ ഇപ്പൊ ജിന്നു സീർ എന്തെല്ലാം പരിപാടി ദുനിയാവിലുണ്ട്. ഇപ്പൊ 2 ലക്കത്തിൽ പ്രബോധനത്തിൽ വരുന്നതിനാണ്. ദുനിയാവിൽ കള്ളന്മാരുടെ കളവ് കേട്ടിട്ടുണ്ടോ? നല്ല മനുഷ്യന്മാര് വിശ്വസിക്കല് പെരുങ്കള്ളന്മാരെ അല്ലേ? അത് കേട്ടിട്ട് സമസ്തക്കാരും പിന്നാലെ നടക്കുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കേ, മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അബ്ദുൽ ജബ്ബാർ മൗലവി അദ്ദേഹത്തിന് അഖിലുസുന്ന ദർശനം എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ മൗലവി പറയാണ് കൽ മലായികത്തി വൽ ജിന്നി വൽ അംബിയാഇ വശയാതീൻ. തഫ്സീർ ഖുർതുബിയുടെ 14ാം വോള്യത്തിലെ വിശുദ്ധ ഖുർആനിലെ 35ാം അധ്യായം 14ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഖുർതുബി പറയാണ് മലക്കിനോട് സഹായം തേടാൻ പാടില്ല, ജിന്നിനോട് സഹായം തേടാൻ പാടില്ല, മനുഷ്യരോട് സഹായം തേടാൻ പാടില്ല. സഹായം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പാടില്ല എന്നാണ് അബ്ദുൽ ജബ്ബാർ മൗലവി അതിൽ എഴുതി. പാടുണ്ട് എന്നല്ല, പാടില്ല. മുജാഹിദ് കേരളത്തിൽ ഒരാളും ഇപ്പതാ മുജാഹിദുകൾ ഇരിക്കുന്ന ഒരു സദസ്സാണല്ലോ ഇത്. ജിന്നിനോട് സഹായം തേടാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, അത് കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു മുജാഹിദ് ഉണ്ടോ? ഒന്ന് കൈവോക്ക്. ഏതെങ്കിലും ഒരു മുജാഹിദ് ഉണ്ടോ? ഇല്ല. നുണ പറയൺ, പച്ച നുണ പറയൺ, നുണ പ്രചരിപ്പിക്കാൻ. ആ നുണ കേട്ട് ചിലർ വിശ്വസിച്ചു പോവുകയാണ് അല്ലേ? ആലോചിച്ചു നോക്കിയേ. സാധാരണ സുന്നികള് അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറയുമ്പോ അങ്ങനൊന്നും ഞങ്ങൾ ചെയ്യാറില്ല എന്ന് ചില മുസ്ലിയാക്കന്മാര് പറഞ്ഞു.
അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 2-3 മുസ്ലിയാക്കന്മാർ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ക്ലിപ്പിംഗ് ഇട്ട് കേൾപ്പിച്ചു കൊടുത്തു, ജനങ്ങളെ കേൾപ്പിച്ചു കൊടുത്തു. ആ ക്ലിപ്പിംഗിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, എല്ലാവർക്കും കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇട്ടിട്ടുണ്ട്. അതെന്താ? റസൂലുള്ളാഹിനോട് ഒരു തങ്ങളുടെ പ്രാർത്ഥന, കേരളത്തിലെ APC വിഭാഗത്തിൽ ഒരു തങ്ങളുടെ പ്രാർത്ഥന. അതെന്താ? എത്ര നേരമായി തങ്ങളെ കാണുന്നില്ല, തങ്ങളെ അല്ലേ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്ത തങ്ങളെ, എത്ര നേരമായി തങ്ങളെ കാണുന്നില്ല, തങ്ങളെ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കുന്നില്ല, തങ്ങളെ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനോട് അത് നമ്മൾ ക്ലിപ്പിംഗ് ഇട്ട് ജനങ്ങളെ കളിപ്പിച്ചു. ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു പണ്ഡിതന്റെ നേതൃത്വത്തിൽ, ഒന്നുകിൽ ഒരു സലഫിയുടെ, അല്ലെങ്കിൽ ഒരു സലാഹിയുടെ, അല്ലെങ്കിൽ ഒരു മദനിയുടെ, അല്ലെങ്കിൽ ഒരു ഫാറൂഖിയുടെ നേതൃത്വത്തിൽ, ജിന്നേ എത്ര നേരമായി ജിന്നേ ഞങ്ങളെ കാക്കണേ, ജിന്നേ സഹായിക്കുന്നില്ല ജിന്നേ എന്ന് ചോദിച്ചിട്ടുണ്ടാരെങ്കിൽ ഒറ്റ കുട്ടി പിന്നെ എന്തിനു തോന്നിയാസം പറയണം? എന്തിനു ഈ തോന്നിയാസം പറയണം? ജമാഅത്തെ ഇസ്ലാമിക്കാരെ നിങ്ങളൊക്കെ എന്തിനു ഏറ്റെടുക്കണം? നിങ്ങൾക്കൊക്കെ എന്ത് പറ്റി? നിങ്ങൾക്ക് എവിടെയാണ് തകരാറ്? ഒരു മുജാഹിദിനെ എന്നെ ഞാൻ നിങ്ങളോട് പറയാ, സാധാരണ പലതും മൗലവിമാരുടെ പ്രസംഗം കേട്ട് മനുഷ്യര് തെറ്റുകളെ തിരുത്തി നന്നാകാണല്ലോ ചെയ്യാ. കേരളത്തിലെ ഏതെങ്കിലും സ്വലാഹിയുടെയോ അല്ലെങ്കിൽ ഞങ്ങളെ പോലത്തെ ആളുകളുടെയോ പ്രസംഗം കേട്ടിട്ട് ഒരു മുജാഹിദ്, ഇന്നലെ വരെ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ച ഒരു മുജാഹിദ്, അവൻ പറയണെന്ന് ഇന്നലെ വരെ ജിന്നിനോടുള്ള സായം തേട്ടം ശിർക്കാന്നാ ഞാൻ വിശ്വസിച്ച് സലാഹിന്റെയും ജബ്ബാർ മൗലവിന്റെയും ഒക്കെ പ്രസംഗം കേട്ട് അത് ശിർക്കല്ല, അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ടടാ ഞാൻ ഇന്നലെ ഉണ്ടല്ലോ കുറ്റിക്കാട്ട് പെട്ടപ്പോ പെരുത്ത ജിന്നെ എന്നെ സഹായിക്കണേന്ന് പറഞ്ഞേന്ന് ഒരു മുജാഹിദിനെ, തലക്ക് സ്ഥിരമുള്ള ഒരു മുജാഹിദിനെ ഹാജരാക്കാൻ പറ്റുമോ? ഒരു മുജാഹിദിനെ പിന്നെ എന്തിന് തോന്നിയാസം സമസ്തയും മടപൂരികളും വിളിച്ചു പറയണം? ഇല്ല. നേരെ മറിച്ച് ഇത് ഒരു സുന്നി സദസ്സാന്ന് വിചാരിച്ചു, മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ സദസ്സിലില്ലേ എന്ന് ചോദിച്ചാൽ സുന്നികൾ എല്ലാരും കൂടി പറയാം, അതെ ഞങ്ങളൊക്കെ അങ്ങനെയാണ്. ചെറിയൊരു തിരിച്ചുണ്ടാവും, ഇലാഹാന്ന് ഞങ്ങൾ വിശ്വസിക്കണില്ല, പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു മുജാഹിദിന്റെ സദസ്സില് മുജാഹിദിനെ വിളിച്ചിട്ട് മോനെ ഒന്നണി എനിക്ക് ജിന്നിനോട് സഹായം തേടാൻ നീ ഇല്ലാണ്ടോ? ഞങ്ങള് മൗലവിമാര് ഞങ്ങൾ അതല്ലേ പഠിപ്പിച്ച്? ഉണ്ടോ? 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 ഇല്ല. പിന്നെ എന്തിനാ ഈ തോന്നിയാസം പറയുന്നത്? ഉണ്ടോ? ഇല്ലല്ലോ. ഹുസൈൻ സലഫി, സക്കരിയ സ്വലാഹി ഒക്കെ ഒരുപാട് പ്രസംഗിച്ചവരാണ്. അവർ പ്രസംഗിച്ച അത്ര കേസറ്റ് വേറെ ആർക്കും ഉണ്ടാവില്ല. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും മുജാഹിദ് കൈരളിയിൽ ഒരു ജിന്നിനോട് തേടാന്ന് പറഞ്ഞു ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് വെറുതെ സമസ്തക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ആളുകളെ തൃപ്തിപ്പെടുത്താൻ തൽക്കാലം തന്നെ ഈ സമൂഹത്തിൽ അതുകൊണ്ടൊന്നും വരാൻ പോകുന്നില്ല. നേരെ മറിച്ച് എല്ലാരോടും കൂടി അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്, നീ ഇത്രയും സമയമുള്ള എനർജി ചെലവഴിച്ചാലോ മനുഷ്യർക്ക് മാറ്റം ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക്, മുജാഹിദ് പ്രസ്ഥാനം അനിവാര്യമായി സൗഭാഗ്യകരമായി ഒരു പിളർപ്പുണ്ടായി. എല്ലാരും പറയല് ദൗർഭാഗ്യകരമായി, ഞാൻ പറയില്ല. എന്നെ തച്ചു എന്നാ പോലും മടപൂരികളായിട്ടുള്ള പിളർപ്പ് ഞാൻ പറയും. അല്ല മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ നിയമത്ത് ഏതാ നിങ്ങളോട് ചോദിച്ചാൽ മടപൂരികളായിട്ട് വേർപിരി ഞാൻ പറയും. അല്ലെങ്കിൽ ഉപ്പ് തൊട്ട കലമ്പോലായി പോയിരുന്നത് നിഷേധികളുടെയും കാഫറുകളുടെയും സമൂഹമായിരുന്നത്. സത്യം. ബുഖാരി ഇമാമിനൊക്കെ ഇങ്ങനെ കരിമ്പിലാക്കല് പറഞ്ഞ തട്ടിക്കളയുന്നു ഞാൻ, ഓൻ കരാട്ടെ കളിക്കാൻ പോയതാ. ഏയ് ഇമാം ബുഖാരിനെ പറ്റി പറഞ്ഞപ്പോ ഈ ചീട് പോലത്തെ ചെക്കൻ പറയുന്ന തട്ടിക്കളഞ്ഞിരിക്കുന്നു, ഓനെ വല്ല ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിർത്തണം. ബുഖാരി ഇമാമിനെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. പഠിച്ചോൻ കാത്തതാ. ഞാൻ പറയും മടവൂരികളുമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിളർപ്പ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് റബ്ബ് ചെയ്ത ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. മനസ്സിലായോ? ഒരു ദൗർഭാഗ്യകരമെന്ന് എന്റെ നാവുകൊണ്ട് പറയില്ല. വളരെ സന്തോഷകരമായ ഒരു പിളർപ്പ്, ആനന്ദദായകമായ ഒരു പിളർപ്പ്, വളരെ കൃത്യമായ ഒരു ശുദ്ധീകരണത്തിന്റെ പിളർപ്പ്. അതാ ഒരു വിഷമമില്ലട്ടോ, ഒരു മനസാക്ഷി കുത്തു. ഇത് ഒന്നിക്കുക എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ഞങ്ങൾ മനസ്സിലായിക്കൂടെ? കുഫറും ശിർക്കായിട്ട് ഞങ്ങൾ യോജിക്കില്ല. അള്ളാന്റെ റസൂലിനെ നിഷേധിച്ച് പരിഹസിക്കുന്നവരുമായി ഞങ്ങൾക്ക് എന്ത് കോംപ്രമൈസ്? സ്വന്തം ബാപ്പാനെ പഠിക്കുമല്ല ഞങ്ങൾ. അറിയാം നിങ്ങൾക്ക്? സ്വന്തം ബാപ്പാനെയും ഇമ്മാനെയും മാറ്റി നിർത്തി എന്ന് പഠിച്ചോലേ ഞങ്ങള്. ഏയ് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് വർഷങ്ങളോളം ബാപ്പയായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആദർശത്തിന്റെ പേരിൽ അബൂബൈദത്തുൽ ജറാഹിനെ പോലെ സ്വന്തം മാതാപിതാക്കളെക്കാൾ, ഭാര്യമാരെക്കാൾ, മക്കളെക്കാൾ, കുടുംബത്തെക്കാൾ, നഷ്ടം സംഭവിക്കുന്ന വിചാരിക്കുന്ന കച്ചവടത്തെക്കാൾ, കണ്ണിന് ആനന്ദം നൽകുന്ന ഭവനത്തെക്കാൾ എന്തെങ്കിലും മനസ്സിലാക്കി?
ഇതിനേക്കാളൊക്കെ ഞങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നു, റസൂലിനെ ഇഷ്ടപ്പെടുന്നു. ആ നബി ഉദ്ധരിച്ച നബിയാ പറഞ്ഞേ എനിക്ക് സീർ ബാധിച്ചിട്ടുണ്ടെന്ന്, റസൂലിന്റെ നാവുകൊണ്ട്. ഇനി നിങ്ങൾ ആലോചിക്കും ഇവരെ വാദം എന്താ? ഭയങ്കരമായ ഒരു പോയിന്റ് അപ്പൊ പറയുന്നത് ശ്രദ്ധിച്ചോളി. നബിക്ക് സീർ ബാധിച്ചു എന്ന് പറയുന്നത് ലാലിമാണ്. അപ്പൊ നബിയോ? നബിക്ക് സീർ ബാധിച്ചു എന്ന് പറഞ്ഞ നബിയാ? മനസ്സിലായില്ല? ഹദീസ് പരിശോധിച്ചിട്ടുണ്ടോ? ആ ഹദീസ് ബുഖാരിയിലെ ഹദീസ് നബി പറയാണ് എനിക്ക് സീർ ബാധിച്ചിട്ടുണ്ട്. നബിക്ക് സീർ ബാധിച്ചു എന്ന് വേറൊരാൾ പറയല്ല, നബി പറയാണ്. അപ്പൊ നബി ലാലിമ ആണോ? മുഹമ്മദ് നബി ലാലിമാണോ? ആണോ? ഇനി മുഹമ്മദ് നബിക്ക് സീർ ബാധിച്ചു എന്ന് പറയുന്ന ലാലിമാണെന്നാണല്ലോ മടവൂരിയുടെ വാദം. ഇമാം ബുഖാരിയോ? ഇമാം ബുഖാരി ഇമാം പറഞ്ഞ ഹദീസാണ് നമ്മൾ ധരിച്ചേ. അപ്പൊ ഇമാം ബുഖാരിയോ? ഇമാം ബുഖാരിയെ ലാലിം എന്ന് വിളിച്ച മടവൂരികളുമായി എന്ത് കോംപ്രമൈസ്? അനുവദിക്കരുത്, മുജാഹിദുകളെ അനുവദിക്കരുത്. മനസ്സിലായോ? ഒരു കോംപ്രമൈസും ഇല്ല. പറഞ്ഞല്ലോ, എക്കാലത്ത് വാള് വെച്ച് അരിഞ്ഞിട്ടാ പോലും കോംപ്രമൈസ് ഇല്ലവർ. നോ കോംപ്രമൈസ്. അള്ളാന്റെ റസൂലുമായി യുദ്ധം പ്രഖ്യാപിച്ചവർ ലാ തജിദു ഖൗമൻ യുക്മിനൂന ബില്ലാഹ്, ലാ തജിദു ഖൗമൻ യുക്മിനൂന ബില്ലാഹ് വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ഖൗമ് അള്ളാഹിനോട് റസൂലിനോട് യുദ്ധം പ്രഖ്യാപിച്ച ഒരു ടീമുമായി മൈത്രി ബന്ധം പുലർത്തുന്നത് നിനക്ക് കാണാൻ കഴിയില്ല എന്ന് അള്ളാഹ് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, ഞാൻ എന്തിനാ അത് പറഞ്ഞറിയോ? സൂറത്ത് മുജാദലയിലെ ആയത്താത് 22-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറഞ്ഞോണ്ടാ. ഇനി ഇങ്ങ് കേൾക്കണോ? ഇതിൽ നിന്ന് ആരെങ്കിലും മടവൂരി പക്ഷത്തേക്ക് പോയി എന്ന് വിചാരിക്കുക, ഓലോട് ഞങ്ങൾക്ക് ഇത് ഉണ്ടാകുക. ഇന്നലെ വരെ കെട്ടിപ്പിടിച്ച് ഹസ്തദാനം ചെയ്ത കൈ അരിഞ്ഞെടുക്കേണ്ടി വന്ന് അരിഞ്ഞെടുക്കും ഞങ്ങൾ അള്ളാന്റെ ദീനിന് വേണ്ടി. മുജാഹിദ് പ്രസ്ഥാനത, മുജാഹിദ് പ്രസ്ഥാനം ആർക്കും വേണ്ടി സുഖിപ്പിക്കാൻ നിന്നൊരു പ്രസ്ഥാനമല്ല. ഞാനിത് പറയുന്നത് വരാനിരിക്കുന്ന കേരളത്തിലെ ഒരു പിക്ചർ എന്തായിരിക്കുമെന്ന സൂചന നൽകാൻ. മനസ്സിലാക്കുക, ഇവിടെ അള്ളാന്റെ ദീനിൽ 2 ആളുകൾ മതി. അംഗസംഖ്യ കൂട്ടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മെമ്പർമാരെ കൂടിയിട്ട് ഇങ്ങനെ തട്ടി വീഴാൻ തുടങ്ങി. എവിടെ നോക്കിയാലും മുജാഹിദുകൾ തട്ടിച്ച് വീണു പോവുക കേരളത്തിൽ. വേണ്ട, ആ ചപ്പ് ചണ്ടികളൊന്നും ഞങ്ങൾക്ക് വേണ്ട. ആ അസിലുള്ളൊരു 2 ആളുണ്ടോ? മഹാനായ അബ്ദുല്ലാഹി മസ്ഊദ് പറഞ്ഞ, നീ ഒറ്റക്ക അഹ്ലു സുന്നത്തി വൽ ജമാഅ ലോകത്തിന്റെ ഏത് കോണിലും നീ ഒറ്റൊരുത്തനേ ഉള്ളൂ എങ്കിൽ നീയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഞങ്ങൾക്ക് മതി. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പ്രഖ്യാപിച്ചതിന്റെ അർത്ഥം മനസ്സിലായോ? ആളെക്കൂട്ടി പ്രസ്ഥാനല്ലത്, ആദർശമുള്ളവരുടെ ഒരു കൂട്ടായ്മ. ആദർശല്ലേ? ഓൾക്ക് പോവാം, ഓൾക്ക് സലാം പറഞ്ഞു പിരിയാം. അതാ, വേറൊന്നുമില്ല. അതുകൊണ്ട് വളരെ ഗൗരവമായി ഞാൻ പറയാണ്, ജിന്നിനോട് സഹായം തേടുന്ന ഒരാളും മുജാഹിദ് പ്രസ്ഥാനത്തിലെ മെമ്പർ അല്ല. അവർക്ക് സ്ഥാനമില്ല ഈ പ്രസ്ഥാനത്തിൽ. ആരും അത് പറയണില്ല. ഇതൊരു ദുഷ്പ്രചരണമാണ്. ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാനുള്ള ഒരു ദുഷ്പ്രചരണമാണ്. അതിൽ പങ്കാളികളായി പോകരുത് മുജാഹിദുകളെ, നിങ്ങൾ എന്നാണ് എനിക്ക് പറയാൻ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങണം. മരിച്ചു പോണ്ടേ? ഇപ്പൊ നിങ്ങളതൊക്കെ മദീനയിൽ റസൂലുള്ള ഒരു രാഷ്ട്രം രൂപപ്പെടുത്തി. മദീനയിൽ ഒരു രാഷ്ട്രം വന്നു. മദ്യപാനികളായിരുന്നു അവർ. പൊന്നാനിയിൽ ഞാനിത് ഗൗരവമായി പറയാം. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മദ്യപാനികളുള്ള സ്ഥലം പൊന്നാനിയാണ്, പിന്നെ തിരൂരാണ്, പിന്നെ കോട്ടക്കലാണ്. ഞാൻ പറയല്ല, ഇതൊക്കെ കണക്കാണ്. എത്രയാണ് ആളുകൾ കുടിച്ചു തീർക്കുന്നത്? മുസ്ലിം നാമധാരികളെ, മദ്യം ഹറാമാണ് നമുക്കറിയില്ലേ? അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരല്ലേ നമ്മൾ? അള്ളാഹുവിന്റെ റസൂൽ വിലക്കിയ ഒരു കാര്യം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ബാപ്പയെങ്കിൽ മോനെ പുകവലിക്കരുത്, മോനെ കള്ളു കുടിക്കരുത് എന്ന് ബാപ്പ പറഞ്ഞാൽ നമ്മളത് സ്വീകരിക്കില്ലേ? ബാപ്പാനേക്കാളും നമ്മൾ ഇഷ്ടപ്പെടുന്ന, ഉമ്മയെക്കാളും നമ്മൾ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ റസൂലാ പറയുന്നത് മദ്യപിക്കല്ലേ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുകവലിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനും വലിക്കാറില്ല. റസൂലുള്ള മദ്യപിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനും മദ്യപിക്കാറില്ല. റസൂലുള്ള വ്യഭിചരിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനും വ്യഭിചരിക്കാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനും ചെയ്യില്ല എന്ന് തീരുമാനിക്കാൻ പൊന്നാനിയിലെ യുവാക്കളെ നിങ്ങൾക്ക് കഴിയുമോ? മദ്യപിച്ച്, വ്യഭിചരിച്ച്, മയക്കുമരുന്നിന് അടിമപ്പെട്ട്, കൊട്ടേഷൻ പാർട്ടികളിൽ മെമ്പറായി ഓവുചാലുകളിലേക്ക് മുഖം കമഴ്ന്നു വീണ് പ്രതിഷേധിക്കാൻ ശക്തിയില്ലാതെ കൈപ്പവർ നഷ്ടപ്പെട്ടു പോയ ഒരു തലമുറയാണ് വരാനിരിക്കുന്ന മുസ്ലിം സമുദായം ഉണ്ടാവുക. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഭക്ഷണത്തലികയിലേക്ക് കഴുകന്മാർ വരുന്ന പോലെ രാഷ്ട്രനായകന്മാർ അവരെ റാഞ്ചിയെടുക്കുന്ന, ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരെ റാഞ്ചിയെടുക്കുന്ന ഒരു അവസരം ഉണ്ടാകും. സഹാബികൾ ചോദിച്ചു, നബിയെ അവരെണ്ണത്ത് കുറവായിരിക്കുമോ? റസൂൽ പറഞ്ഞു, ബൽ അൻതും കസീർ,
അല്ല, അവര് ധാരാളം ഉണ്ടാവും, എണ്ണത്ത് കൂടുതൽ ഉണ്ടാവും. പക്ഷെ രണ്ട് രോഗം അവർക്ക് ഉണ്ടാവും. ഹബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള വെറുപ്പ്, ദുനിയാവിനോടുള്ള മഹബത്ത്, ആർഭാടത്തോടുള്ള മഹബത്ത്, എന്നും ജീവിക്കാനുള്ള അഭിവാഞ്ച, ഉന്നതമായ വാഹനങ്ങളിൽ കയറി ജീവിക്കാനുള്ള അഭിവാഞ്ച, മരിച്ചു പോകുമെന്ന ആ വിചാരമില്ലായ്മ അതിവിടെ വന്നിരിക്കും. അതുകൊണ്ട് പൊന്നാനിയിലെ എന്റെ പ്രസംഗം കേൾക്കുന്ന മുസ്ലിങ്ങളോട്, മദീനത്ത് നിങ്ങൾക്കറിയോ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന ആയത്തിറങ്ങി, 5-ാം അധ്യായം 90-ാമത്തെ വചനം. മദീനത്ത് ഇങ്ങനെ ഒരു കുട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ടുപോവുകയാണ്, മദ്യം ഹറാമാക്കി. അപ്പൊ അനസ് റളിയല്ലാഹു അവിടെ മദ്യം വിളമ്പുന്ന മനുഷ്യനായിരുന്നു. അനസ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, അബൂ തുലത്തുൽ അൻസാരി, മോനെ എന്താ കേൾക്കുന്നത് പോയോക്കാൻ. മാർക്കറ്റിൽ ചെന്ന് നോക്കുമ്പോൾ മദ്യം നിരോധിച്ചുകൊണ്ടുള്ള ഖുർആനിക വചനം. ഉടനെ തന്നെ അനസ് റളിയല്ലാഹു വന്നിട്ട് പറഞ്ഞു അബൂ തുലത്തുൽ അൻസാരിയോട്, പറ്റിച്ചല്ലോ എന്നല്ല, ചതിച്ചല്ലോ എന്നല്ല, കള്ള് നിരോധിച്ചു. എത്ര കള്ള അവിടെ റമ്മിൽ. ഒരു ഒട്ടകം മുങ്ങിയാല് അത് മുങ്ങിപ്പോകാൻ മാത്രമുള്ള കള്ളിന്റെ ചഷക ഉണ്ടായിരുന്നു അബൂ തുലത്തുൽ അൻസാരിയുടെ കള്ള് ഷാപ്പില്. അതിലൊരു ഒട്ടകത്തെ, ഒരു വലിയ ഒട്ടകത്തെ വെച്ചാ ഒട്ടകം ആ കള്ളില് മുങ്ങിപ്പോ, അത്ര അതാ നാട്. അപ്പൊ ഒരൊറ്റ ആയത്ത്, 2 ആയത്തിറങ്ങി. ആ ആയത്തിൽ അവസാന ഭാഗം, നിങ്ങൾക്ക് വിരമിക്കാറായില്ലേ എന്ന ചോദ്യം. ഈ സഹാബി വന്നിട്ട് അബൂ തുലത്തുൽ അൻസാരിക്ക് ഈ ആയത്ത് ഓതി കൊടുത്ത് മദ്യം നിരോധിച്ചു എന്ന് പറഞ്ഞപ്പോ, അനസേ, റസൂലുള്ളാഹിന്റെ ആ സെന്ററിലേക്ക് ഒരു മാർച്ച് നടത്തണല്ലോ, ചെത്തു തൊഴിലാളി യൂണിയൻ എന്ന് പറയല്ലേ ഇത്, ആ കോടാലിയും എടുക്കാൻ പറഞ്ഞു. അടിച്ചിട്ട് തൂഫാൻ കി സിന്ദഗി, കംപ്ലീറ്റ് കള്ള് ഷാപ്പ് അടിച്ചെടുത്ത് ഉടച്ചു, കള്ളിന്റെ ചഷകങ്ങളൊക്കെ തകർത്തു, കോടാലിയൊക്കെ വലിച്ചെറിഞ്ഞു. മദ്യപിച്ചുകൊണ്ടിരുന്നവർ വായിലേക്ക് കൈയിട്ടു. അതുപോലെ തന്നെ ഷട്ടിൽ എവിടെങ്കിലും മദ്യമായിട്ടുള്ളതൊക്കെ ഒഴിവാക്കി. ഞാൻ ചോദിക്കുന്നത്, ഈ സമൂഹത്തെ ഖുർആനിലൂടെ വാർത്തെടുത്ത റസൂൽ സാധിക്കോ? ഈ പൊന്നാനിയിലെ മദ്യത്തെ കുറിച്ചുള്ള ആയത്ത് ഓതി കൊടുത്തിട്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങളെ മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയോ? കഴിയില്ല. കാരണം അള്ളാഹനെ അവർ മനസ്സിലാക്കിയിട്ടില്ല. വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. ആയിഷ ബീവി റളിയല്ലാഹു തആല പറയാൻ, എന്താ പറയണറിയോ? അള്ളാന്റെ റസൂൽ എങ്ങാനും 13 കൊല്ലം മദ്യപിക്കരുതേ, വ്യഭിചരിക്കരുതേ എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ സൊസൈറ്റി മാറുമായിരുന്നില്ല. മറിച്ച് ഈ സൊസൈറ്റി മാറിയത് അള്ളാനെ പറ്റി ശരിക്കും പഠിപ്പിച്ചിട്ടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം ചെയ്യുന്ന സമൂഹം ആരാന്നറിയോ? മാതൃഭാഷയിൽ ഖുത്ബ കേൾക്കാൻ അവസരമില്ലാത്ത സമൂഹമാണ്. അറബി പള്ളിയിൽ ഖുത്ബ കേൾക്കുന്ന സമൂഹമാണ് മുസ്ലിങ്ങളിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം ചെയ്യുന്നത്. ഇത് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? എന്തുകൊണ്ട്? അവർക്കറിയില്ല ദീനെന്താ, അവരെ പഠിപ്പിച്ചിട്ടില്ല. വെള്ളിയാഴ്ച അവർ പോയി ഇരുന്നൊടുക്കും. ലോകം കണ്ടൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, ലോകം കണ്ടൊരു കമ്മ്യൂണിസ്റ്റ് ദാർശനികൻ പറയുന്നൊരു വാക്കുണ്ട്, മുസ്ലിങ്ങളെ പോലെ ഒരു വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ലോകം മുഴുവനും ചുവന്ന കൊടി പാറുമായിരുന്നു. അത്ര മഹത്തരമാണ് ഖുത്ബ. ഈ സമൂഹത്തെ നന്നാക്കേണ്ട വലിയൊരു സംഭവമാണ് ഖുത്ബ. അതില്ലെന്ന്. നേരെ മറിച്ച് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചോ, എല്ലാ വെള്ളിയാഴ്ചയും കേരളത്തിലെ എല്ലാ പള്ളി മുജാഹിദുകളൊന്ന് ഏൽപ്പിച്ചു നോക്ക്. ഞങ്ങൾ വെറുതെ പറയില്ല, നിങ്ങൾ തയ്യാറുണ്ടോ? അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എല്ലാ വെള്ളിയാഴ്ചയും കേരളത്തിലെ മുഴുവൻ സംഘടനകളെയും പള്ളി മിമ്പർ മുജാഹിദുകളെ ഏൽപ്പിച്ചു നോക്കി. ഞങ്ങൾ നന്നായി തരും ബീദിനില്ലാഹി തആല, അള്ളാന്റെ അനുമതിയോടെ. നേരെ മറിച്ച് നന്നാത്ത എന്തുകൊണ്ടാണ്? എന്താണോ മിമ്പറിൽ നിർവഹിക്കപ്പെടേണ്ടത് അത് നിർവഹിക്കപ്പെടുന്നില്ല. എനിക്കറിയാം, ഞാൻ തിരുവനന്തപുരത്ത് ഖുത്ബ നടത്തുന്നതാണ്. തൊട്ടപ്പുറത്ത് ബാളയത്ത് ജമാലുദ്ദീൻ മങ്ങുണ്ട്. പല ജമാഅത്തെ ഇസ്ലാമിക്കാരും വരും ഞങ്ങളുടെ പള്ളിയിൽ. പലരോടെയും വിളിച്ചു ചോദിക്കും, എന്താ നിങ്ങൾ അവിടെ വിട്ടുങ്ങട്ടെ? അപ്പൊ അവര് പറയും, അന്നെന്നുള്ള മാധ്യമത്തിലെ വാർത്ത വായിക്കാൻ ഞങ്ങൾ പാളയത്ത് പോകേണ്ട കാര്യമില്ലല്ലോ, വല്ല ഖുർആനും ഹദീസും കിട്ടിയ കെട്ടിയോടെ ഇവിടെ കിട്ടുന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് വന്ന്. മനസ്സിലായില്ലേ? അന്താരാഷ്ട്ര ബഡായി. നമ്മൾ ചില ഖുത്ബയൊക്കെ ജമാഅത്തെ ഇസ്ലാമിന്റെ പള്ളിയിൽ പോയ പബ്ലിക്കിൽ എന്തോ നടക്കുകയാണ്, വാദപ്രതിവാദം നടക്കുകയാണ്. ആയത്തുകൾ ഹദീസ് ഉദ്ധരിച്ചുള്ള പ്രസംഗല്ലേ, ജനങ്ങളെ സമുദ്ധരിക്കലല്ലേ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മിമ്പറിൽ നിന്ന് ഖുത്ബ കേട്ടവരോട് ചോദിക്കുക, ഓരോ നിമിഷം വരെ നന്നായിട്ടേ ഉള്ളൂ, ആരും കേടുവന്നിട്ടില്ല. മനസ്സിലായോ? ആരും കേടുവന്നിട്ടില്ല. ഈ സമൂഹത്തിന് പരിവർത്തനം ഉണ്ടായി. എനിക്കറിയാം, ഉള്ളാളത്ത് എന്റെ ഓർമ്മകളിൽ ഒരു 9 മാസം ഖുത്ബ പറഞ്ഞ കാലം പരിവർത്തനമായി, വിപ്ലവമായി. ആയിരക്കണക്കിന് യുവാക്കളാണ് അവിടെ. എന്തിന്? ഈരാറ്റുപേട്ടയിൽ എന്റെ ഓർമ്മകളിൽ വെറും 40 പേരെ വെച്ച് തുടങ്ങി 1500-ലധികം ആളുകൾ പള്ളി 3ഉം 4ഉം നില കയറ്റി. മതിയാകാത്ത വിധം പരിവർത്തനമുണ്ടായി. 30 കൊല്ലം ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നു ഈരാറ്റുപേട്ടയിൽ.
ആകെ ഉണ്ടായിരുന്ന 9 കുടുംബങ്ങളിൽ ഒരു ടീം മരിച്ചപ്പോ 8 ആയി. സാധാരണ ഞാൻ തമാശ പറയാൻ ക്ഷമിക്കണം, ക്ലോസറ്റിലെ വെള്ളം പോലെ അത് ഒഴിക്കുമ്പോ അങ്ങനെ കൂടും, പിന്നെ ഒന്നും ഒരു ലെവലിലും ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ വളരില്ല. ഒലിങ്ങനെ ആയിട്ട് എങ്ങനെ ആയില്ല അങ്ങനെ. എന്താ കാരണം? ഞാൻ പറഞ്ഞല്ലോ, അൽമന ട്രസ്റ്റും പള്ളിയും കോളേജും ഒക്കെ ഉണ്ടായിരുന്നു ഈരാറ്റുപേട്ടയിൽ. കാരണം സുന്നി പള്ളിയിലുള്ള എല്ലാ അന്ധവിശ്വാസവും ജമാഅത്തെ പള്ളിയിൽ ഉണ്ടായി. ഈരാറ്റുപേട്ടയിൽ കുനൂത്ത് ഉണ്ടായിരുന്നു, കൂട്ടുപ്രാർത്ഥന ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ആ നാട്ടില് AP പള്ളി പോയാലും അത്, ജമാഅത്തിന്റെ പള്ളി പോയാലും അത്. ജമാഅത്തെ ഇസ്ലാമിന്റെ വാദം തന്നെ എന്താ? 20 നിസ്കരിക്കുന്നിടത്ത് ഞങ്ങൾ 20 നിസ്കരിക്കും. ബിസ്മിയെ ഉറക്ക ചെല്ലേണ്ടത് ഞങ്ങൾ ഉറക്ക ചെല്ലും, പതുക്കെ ചെല്ലേണ്ടത് ഞങ്ങൾ പതുക്കെ ചെല്ലും. ജമാഅത്തെ ഇസ്ലാമിന്റെ വാദ. ഒരിക്കലും ഞാൻ ചോദിച്ചു ജമാഅത്തെ ഇസ്ലാമിനോട്, ഭൂരിപക്ഷം അനുസരിച്ച് ചിലപ്പോൾ ഞങ്ങൾ കർമ്മശാസ്ത്രപരമായ കാര്യത്തിൽ പലതും ചെയ്യും. അപ്പൊ ഞാൻ ചോദിച്ച, ഒരു പള്ളിയില് ഭൂരിപക്ഷ ആളുകൾ സുന്നികളാണ്, നിങ്ങൾ അവിടെ കയ്യട്ടെ, പള്ളമല കെട്ടുക. ഭൂരിപക്ഷം മുജാഹിദാണെങ്കിലോ, അപ്പൊ ഞങ്ങൾ നെഞ്ഞത്ത് 50% മുജാഹിദും 50% സുന്നിയോ. അല്ലാഹു അക്ബർ. ഒന്ന് പള്ളമലി, ഒന്ന് നെഞ്ഞത്ത്. എന്താ രണ്ടു കൂട്ടർക്കും മടക്കം വേണ്ട? എന്താ കോലോ? നട്ടലുണ്ടോ? അല്ലാഹു അക്ബർ. ഇതേതാന്ന് ചോദിച്ചു. അത് APK സുന്നി, ഇതോ അത് മുജാഹിദ്. കാരണം 50-50 അല്ലേ, ആർക്കും വിഷമം വേണ്ട. എങ്ങനെയുണ്ട്? സ്വന്തമായിട്ടൊരു ആദർശം ഉണ്ടാവൂലേ മനുഷ്യനായാലും? ഒരു സംഗതി ചെയ്യുന്ന തെറ്റാണെങ്കിൽ പോലും അതിനൊരു അഡ്രസ് ഉണ്ടാവൂലേ? അവസരത്തിനൊത്ത് നബി ഇങ്ങനെയായിരുന്നു. ഏത് നബി? മക്കത്തെ പള്ളിയിൽ നോക്കുമ്പോൾ കുറെ ജമാഅത്തെ ഇസ്ലാമി അല്ലെ, കുറെ AP സുന്നി. നബി ഇങ്ങനെ കെട്ടി, എവിടെങ്കിലും നബി കെട്ടിയിട്ടുണ്ടാവുമല്ലോ. അതെവിടെയാണ്? ഖുർആനും സുന്നത്തും ധരിച്ച് ഞങ്ങൾ പറയാം എവിടെയാണ്? ഹദീസുകളും ആയത്തുകളും ധരിച്ച് ഞങ്ങൾ പറയാം എവിടെയാണ്? ഫസല്ലി ലിറബ്ബിക വൻഹർ എന്നതിന് മൗദൂദി സാഹിബിന്റെ പരിഭാഷ എടുത്തു നോക്ക്. അലി റളിയല്ലാഹുവിന്റെ വ്യാഖ്യാനം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ വ്യാഖ്യാനം, നമസ്കരിക്കുകയും നെഞ്ചത്ത് കൈകെട്ടുകയും ചെയ്യുക. മൗദൂദി പറഞ്ഞ സ്വഹാബികളുടെ അഭിപ്രായ. മുജാഹിദുകൾ അതേ ചെയ്തുള്ളൂ, പ്രമാണങ്ങളെ അവലംബിച്ചു, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചു. ഏത് കാര്യം നിങ്ങൾ നോക്കേ, ഞങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്യാറില്ല. മാനവികത ഉണർത്തിയല്ലോ, റോഡുകൾ മണിക്കൂറുകളോളം ബ്ലോക്ക് ചെയ്തല്ലോ. വലിയ ആളുകളായിട്ട് GMCയിലൊക്കെ വന്നിറങ്ങിയല്ലോ. 30 ഇനോവ പിറകിൽ, അതിന്റെ ബേക്കിൽ 40 സ്വിഫ്റ്റ്, അതിന്റെ ബേക്കിൽ 250 ടൂ വീലർ എന്നൊക്കെ പറഞ്ഞു വന്നല്ലോ. മണിക്കൂറുകളോളം റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് അമുസ്ലിങ്ങളൊക്കെ ചോദിക്കും, എന്ത് പണ്ടാരടങ്ങി, ഇത് എന്ത് മാനവികതയാണ്? 5-6 മണിക്കൂർ മനുഷ്യരെ തടഞ്ഞു നിർത്തല മാനവികത. വഴിയിൽ നിന്ന് മാർഗതടസ്സം നീക്കൽ ഈമാന്റെ ഭാഗ. സോൾഡാറ്റ് രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സമ്മേളനം പാലക്കാട് കോട്ട മൈതാനിയെ പ്രകമ്പനം കൊള്ളിച്ച റാലിയായി. ഇസ്ലാമിനെതിരാണ് ഫ്രീഡം പരേഡ്, ഇസ്ലാമിനെതിരാണ്. നബി തങ്ങൾ ചെയ്തിട്ടില്ല, മുജാഹിദുകൾ ചെയ്യാറില്ല. എന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അംഗബലം കുറവുണ്ടോ? ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ച എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചവിടെ ഒരു പ്രശ്നമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. ഒരു മാനവികത യാത്രയും നടത്തേണ്ടയില്ല. മനസ്സിലായോ? ഇപ്പൊ ഇന്നത്തെ പത്രത്തിൽ സിറാജില് മുമ്പ് കുറെ ഉപദേശം, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്നിട്ട് പ്രതിജ്ഞ ചെയ്യിക്കുകയാണ്. സിറാജ് ദിനപത്രം ഉദ്ധരിച്ച കാന്തപുരത്തിന്റെ പ്രതിജ്ഞാവാചകം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളോട് മാന്യമായി പെരുമാറണം. അതുകൊണ്ടാണോ പാലക്കാട് പട്ടിക്കാട് അവിടുത്തെ AP ഉസ്താദിന്റെ കോടതിയിൽ 42 പെൺകുട്ടികളെ ഉസ്താദ് പീഡിപ്പിച്ച്? എന്ത് മാനവികത? അവനവന്റെ ജീവിതത്തിൽ ഇല്ലാത്ത പുറപ്പുറത്ത് കയറി വിളിച്ചു പറയാ. ഞാൻ പറയണേ, ഇതൊക്കെ ഒരു ജാട ആളുകൾക്കിട്ട്. അല്ലെങ്കിൽ ഒന്ന് മതം എന്ന് പറഞ്ഞാൽ എന്താ? റോട്ടിൽ ഇറങ്ങലാണ്, റോഡ് ബ്ലോക്ക് ചെയ്യല, റോഡിലെ പ്രകടനമാണ്. മണിക്കൂറുകളോളം സർക്കാർ പട്ടാളക്കാരെ പോലെ യൂണിഫോം ഒക്കെ ധരിച്ചിട്ടല്ലേ ഇവിടെ? പാടുണ്ടോ? പട്ടാളക്കാരെ പോലെ നോക്കി നിൽക്കുക വളാഞ്ചേരിയിലൊക്കെ പോലീസുകാരെ. കാരണം ഇവരെ ഒന്ന് തന്നെ പോലീസിന്റെ രൂപം കെട്ടെടുത്ത് കുറെ ബാബു ഹാബൊക്കെ നിയന്ത്രണം ഒക്കെ ഓലും ഇങ്ങോട്ട് ഏറ്റെടുത്ത്. ഞങ്ങളാ കേരളം ഭരിക്കണേന്ന് അപ്പൊ വെപ്പ്. ആ ജാതി ജാടകളെ കൊണ്ട് എന്തുണ്ടായി? എന്തെങ്കിലും ഒരു പരിവർത്തനം? ആളുകൾക്ക് ഈ ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ഒരു കുറെ ഭൗതിക ലാഭം ഉണ്ടായി എന്ന് വെച്ചാൽ ഈ കേരളക്കരയിൽ എന്താ ഉണ്ടായത്? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഞാൻ വെറുതെ പറയല്ല. നന്ദിയില് EK സുന്നിലായിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഈ കേരള യാത്ര നടന്നു വരുമ്പോ നന്ദിയിലെ മുജാഹിദ് പള്ളിന്റെ പരിസരത്ത് കുറച്ച് മുജാഹിദുകൾ നിൽക്കുക, തച്ച് അവശരാക്കിയവരെ ചുണ്ട് വരെ പൊട്ടി. എന്താ സംഭവം? നിങ്ങള് കാന്തപുരത്തിന്റെ GMC ഇങ്ങനെ വരികയാണ്. അപ്പൊ വ്യാജമുടിയെ കുറിച്ച് അവർ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് മുജാഹിദുകളുടെ പള്ളി കോമ്പൗണ്ടിൽ. അതിന്റെ അടിച്ച് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഉസ്താദ് വിചാരിച്ച് മൂപ്പരെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. മൂപ്പരെ GMCന്റെ ഷട്ടർ എത്തിയിട്ട് കയ്യൊരൊറ്റ ഇടല വിട്ടപ്പോ മുജാഹിദ് അതേപോലെ തന്നെ ഒറ്റ ബലി ഷോക്കടിച്ച മൈ.
വലിച്ചിട്ട് മുമ്പ് ഷട്ടർ പൊന്തിച്ചേ പിറകിലെ ടൂ വീലറുകാരോട് പറഞ്ഞ് ഒരു സംഘം മുജാഹിദുകളുടെ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട്, മാനവികത സൂപ്പറായിട്ട് ഉണർത്തിക്കൊള്ളണം പറഞ്ഞു മൂപ്പര്. സുന്നികൾ ഉണർത്തിയപ്പോ കുറെ മുജാഹിദിന്റെ ചുണ്ട് പൊട്ടി ചോര വന്നു നിലത്ത് കിടന്നവരുണ്ട്. മാനവികത എന്താന്ന് മനസ്സിലായില്ലേ? എന്നിട്ട് മൂപ്പര് അതുകൊണ്ട് എന്തുണ്ടായിന്നറിയോ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്റ്റേജിൽ മൂപ്പരെങ്ങനെ എത്തിയിട്ട് ആശയം കൊണ്ട് നേരണം. ഒന്ന് 10 മിനിറ്റ് ആശയം കൊണ്ട് നേരിടുന്നതാണ്. അതിനൊരു 3-4 തവണ. കാരണം മുഖ്യമന്ത്രി എന്ന നിലക്ക് മൂപ്പർക്ക് പരാതി കിട്ടിയിട്ടുണ്ട് ഈ ഉസ്താദിന്റെ മാനവികത. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ കേരളക്കര. ജനങ്ങളെ കുറച്ചൊക്കെ ഒരു ഫോർവേഡ് ആയിട്ടൊരു ചിന്ത നമുക്ക് ആവശ്യം. ഈ രംഗത്തൊക്കെ നമുക്ക് വളരെയേറെ ഉയർന്ന ചിന്ത വേണം. മനസ്സിലായില്ലേ? ഇത് സംഭവം എന്താന്ന് വെച്ചാല് രോമം കൊണ്ട് കുടുങ്ങി. ഈ ഊഷ്മളമായ വരവേറ്റ് വാങ്ങിയ മൂപ്പർ ഇന്നത്തെ പത്രത്തില് എന്താ ഊഷ്മളം. ഈ കെ സുന്നികള് ഈ മൺകുടത്തിലൊക്കെ രോമം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി റോഡ് സൈഡിൽ വെച്ച് മൂപ്പരെ സ്വീകരിക്കാൻ എന്ത് ഊഷ്മളാന്നാ. മാത്രമല്ല കേരളത്തിൽ ഏതെങ്കിലും ഒരു കേരള യാത്രക്ക് ഇങ്ങനെ ഒരു ദുര്യോഗം ഉണ്ടായിരുന്നു. ഏത് ദുര്യോഗങ്ങൾ മനസ്സിലായോ? മംഗലാപുരത്ത് നിന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് ഈ കെ സുന്നികൾ തൊട്ട് പിറകില് പോയത് കള്ളനാട്ടോ, ശ്രദ്ധിക്കണേ. ഏത് അടുത്ത സ്റ്റോപ്പിൽ കാസർഗോഡേക്ക് എത്തി, അവിടെ നിന്ന് ഇങ്ങോട്ട് കാഞ്ഞങ്ങാട് എത്തുമ്പോഴേക്ക് ഈ കെ സുന്നികൾ പോയത് കള്ളനാട്ടോ, ശ്രദ്ധിക്കണോ. ചാണകം തെളിച്ച് ശുദ്ധീകരിക്കുക. മൂപ്പര് തിരുവനന്തപുരത്ത് മടങ്ങുമ്പോഴേക്ക് ഈ കെ സുന്നികൾ തിരുവനന്തപുരത്ത് വന്ന പെരുങ്കള്ളനാട്ടോ, ശ്രദ്ധിക്കണേ. ഇങ്ങനെ ഒരു ദുര്യോഗം കേരളത്തിൽ ഏതെങ്കിലും ഒരു കേരള യാത്രക്ക് ഉണ്ടായിട്ടുണ്ട്? ഏതെങ്കിലും ഒരു കേരള യാത്രക്ക് ഇങ്ങനെ ഒരു ദുര്യോഗം? അല്ല ദുനിയാവെന്ന് കൊടുത്ത നിന്നേതയാണ്. മാത്രമല്ല നിങ്ങൾ വിചാരിച്ചോ, അള്ളാന്റെ റസൂലിന്റെ മുടിയായിരുന്നു അയാളെ കയ്യിലുണ്ടെങ്കിൽ അള്ളാന്റെ റസൂലിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അല്ല ഏറ്റെടുത്ത എന്തെങ്കിലും ഒരു നിലക്ക് ആ മുടി നബീന്റെ ആണ് തെളിയിക്കാൻ ഒരു രേഖ ഉണ്ടായോ? എല്ലാരും വാശി പിടിച്ച് എന്നാ പിന്നെ ഒന്ന് കത്തിച്ചൂടെ. ആരടക്കോ പിണറായി വിജയനടക്കം ചോദിച്ചു. ഓല് ഒന്നിച്ചൊരുപാട് കത്തുന്നത്. പിണറായി വിജയൻ ഒടുവിൽ മതം പഠിപ്പിക്കാൻ ഉസ്താദിനെ, ഉസ്താദേ സുന്നത്താണ് ശ്രദ്ധിക്കേണ്ടത്. ആര്? ഉസ്താദ് പിണറായി സഖാവ് കാന്തപുരത്തിനെ. അല്ല അപ്പൊ എന്താ പയ്യൻ പറയണ്ടത്? കാന്തപുരം ഇങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കല്ലേ ദീന് വേണ്ട, നബീന്റെ സുന്നത്താണ് പ്രത്യേകത ഇങ്ങോട്ട്. ഇവിടെ പിണറായി പറയണം ഉസ്താദേ നബീന്റെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദം എന്ന സുന്നത്ത്. അതുകൊണ്ട് നമ്മൾ എന്താക്കി? ഉസ്താദ് പിണറായി സഖാവ് കാന്തപുരം. ടി കെ ഹംസനോട് ചോദിച്ചു കൗമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്ത് അറിയാനാ, ഖിയാമത്ത് നാൾ വരെ കൗമ് നന്നാവൂല. ഹാദാ ഖൗമുൻ ജാഹിലൂൻ. ഓലൊക്കെ ഒന്നിച്ച് ഇപ്പം മിണ്ടാട്ടോ ഇല്ല, ഒറ്റ കുട്ടിനെയും വിളിച്ച് സ്റ്റേജ് കയറ്റിയതുമില്ല. ഒന്നുകിൽ CPM എന്ന് പോന്നോലെ, അല്ലെങ്കിൽ വേറെ എന്താ ഒന്നുമില്ല. ഓല് തമ്മിൽ ഒന്ന് തെറ്റി, ആനുകൂല്യം ഒന്നും കിട്ടിയില്ല. കാന്തപുരം പറഞ്ഞു എനിക്ക് ആനുകൂല്യം കിട്ടുന്നിടത്തെ ഞാൻ നിൽക്കുന്നു, എന്റെ സ്വഭാവം നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ. അതിന്റെ പിറ്റേന്ന് എന്നിട്ടും കൗമ അവിടെ നിൽക്കുകയാണ്. എന്നിട്ടും നമ്മുടെ കൗമ് അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചോ, ഇത് കത്തിച്ചൂടെ എന്ന് ചോദിച്ചു, എല്ലാരും ചോദിച്ചു. അപ്പൊ മൂപ്പര് പറയണേ എന്ത് വിശ്വസിച്ചാൽ മതി, കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ? അത് കത്തിയ മൂപ്പരെ സ്വപ്നം കത്തിപ്പോവില്ലേ? മൂപ്പർക്ക് വലിയൊരു സ്വപ്നം, ആകത്തുള്ള ഒരു മുടി അത് കത്തുന്നു മൂപ്പർക്ക് അറിയാം. കാരണം ആ മുടിന്റെ സ്രോതസ് മൂപ്പർക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് എവിടുന്നാണ്? ഏതുപോലെ റഹ്മത്തുള്ള കാസിമിനെ പോലെ കാസിമി ഇത്ര പോന്നെ ഏത് മഷിക്കുപ്പി പോലത്തെ ഒരു കുപ്പിയില് നബീന്റെ മുടിയിട്ട വെള്ളം നടത്തി 25,000 വിറ്റ്. എന്നിട്ട് മൂപ്പര് പറയാ ആവശ്യക്കാര് വാവാട് ഉസ്താദ് വാങ്ങിയാ മതി. എന്തേ മൂപ്പര് വാങ്ങാഞ്ഞ്? അതാരും ചിന്തിക്കാറില്ല. എന്തേ കാസിമി വാങ്ങാത്ത? നബീനോട് ഏറ്റവും ഹുബ്ബ് വെക്കേണ്ടത് ആരാ? പ്രാസംഗികരല്ലേ. അള്ളാന്റെ റസൂലിനെ അനുസരിക്കണം എന്ന് പറയുന്നത് ഞങ്ങൾക്കല്ലേ നബീനോട് ഏറ്റവും വലിയ ബന്ധം ഉണ്ടാണ്ട്. നബീന്റെ മുടിയിട്ട വെള്ളമാണിത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്റെ ഒരു കഥയും പറയാം. മുടിയിട്ട വെള്ളാണെന്നോ നബീന്റെ ഒറിജിനൽ മുടി ബർക്കത്തെടുക്കാം, അതാണ് ഇസ്ലാമിന്റെ നിയമമെങ്കിൽ തീർച്ചയായും നമ്മൾ എന്ത് വില കൊടുത്തു അത് വാങ്ങും അല്ലേ? എന്തേ കാസിമി വാങ്ങാത്ത? മൂപ്പർക്കറിയാം മൂത്തേടത്തുനിന്ന് പോരുമ്പോ അവിടുത്തെ ഓവുചാലിന് തെളിഞ്ഞ വെള്ളം മുക്കി കുപ്പിയിലാക്കിയതാ. അതുകൊണ്ട് ഇനി 25,000 കൊടുത്ത് വാങ്ങാൻ പറ്റൂല, മൂപ്പർക്കറിയാം. അതുകൊണ്ട് മൂപ്പര് വാങ്ങിയില്ല. എന്നിട്ട് മൂപ്പര് ചോദിക്കുക അവിടെ സെനതുണ്ടോ? അപ്പൊ മറ്റോല് ചോദിച്ചു ഇവിടെ സെനതുണ്ടോ? പിന്നെ ഒരു മനസ്സിലായില്ലേ? ഇത് കത്തിച്ചൂടെ എന്ന് ചോദിച്ചു. ഇത് കത്തിക്കാൻ പറ്റില്ല. കത്തിച്ച പോയില്ലേ കാറ്റ്. ജനങ്ങളോട് എത്ര റുപ്യ വാങ്ങിയിട്ട് പേരിൽ ഓലെല്ലാം കൂടി കൊടുത്ത് കൈകാര്യം ചെയ്യൂലേ? ഈ പ്രാവശ്യം എന്തുണ്ടായി അറിയോ? ഇതിങ്ങനെ കൊടുമ്പിരി കൊണ്ടപ്പോ ജനങ്ങളൊന്ന് പൊട്ടീസാക്കണം. അതിനൊരു കേരള യാത്ര, പണ്ടൊരു കേരള യാത്ര നടത്തിയിരുന്നു ഉസ്താദ്. അതെപ്പന്നറിയോ? ചേകന്നൂരിനെ ചെയ്തപ്പോ എല്ലാവർക്കും തിരിഞ്ഞ്
രാജ്യത്തിനും നിയമത്തിനും കോടതിക്കൊക്കെ തെളിഞ്ഞ് അപ്പൊ ക്ലീൻ ഇമേജ് പോയി. അപ്പൊ ഒരു കേരള യാത്ര. അല്ലെങ്കിലും ഇന്ത്യയിലെ നടന്ന ഇത്തരം യാത്രകളെ കുറിച്ച് പഠിച്ചിട്ടുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു പെരുങ്കളവ് ഒതുക്കാനാണ് അത്രേ കേരളത്തിലെ മിക്ക ആളുകളും യാത്ര. ചവപ്പട്ടി കുംഭകോണം നടന്നിട്ടാണ് നമ്മളെ ലാൽകൃഷ്ണ അദ്വാനി യാത്ര നടത്തി. അതിന്റെ പിന്നിലും ശേഷമുള്ള ദുരന്തങ്ങൾക്ക് മനസ്സിലായോ? അതേ ഇവിടെ നടക്കാൻ പോകും. അല്ലാതെ കേരളത്തിൽ ഇപ്പൊ ഓരോരുത്തർ എന്തൊക്കെ ഉണർത്തി എത്ര മോചനയാത്രന്റെ ബോർഡാകാണ്ട് എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടായോ? കള്ളുടിച്ചോ കുടിച്ചെന്നൊക്കെ ഏറ്റവും കൂടുതൽ ക്യൂ കള്ളുഷാപ്പിന്റെ മുമ്പിലാ അല്ലേ? കേരളക്കരയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കള്ളുഷാപ്പിന്റെ മുമ്പിലല്ലേ? അല്ലേ? മുജാഹിദ് വിഭാഗത്തിലോ ഇതര സംഘടനകളിലോ ഇല്ലാത്ത കൂടുതൽ ആളുകൾ അറബി ഭാഷയിൽ ഖുത്ബ കേൾക്കുന്ന പള്ളി മഹല്ലുകളുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്നവരല്ലേ? ഏറ്റവും വലിയ തിന്മയിൽ നന്നാക്കാൻ കഴിഞ്ഞോ? അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളോട് വിശുദ്ധ ഖുർആൻ പഠിക്കണം എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിക്കണം എന്ന് പറയും. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് അഗാധമായി ആലോചിച്ചിട്ടുണ്ടോ? മരിച്ചു പോണ്ടേ? വലഖദ് ജീതുമുനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. നിങ്ങളുടെ ഉമ്മ പ്രസവിച്ച അവസ്ഥയിൽ മത്സരയിൽ അല്ലാഹു നിങ്ങളെ കൊണ്ടുവരും. പൊന്നാനിയിലെ യുവാക്കളെ, ഞാൻ ഇതുവരെ പറഞ്ഞതിനപ്പുറത്ത് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് ഓർക്കുമ്പോൾ സമ്പാദ്യം എന്തുണ്ട് എന്ന് ഗൗരവമായി നമ്മൾ പഠിക്കേണ്ടതാണ്. എന്തുണ്ട് നമ്മുടെ കൈകളിലെ സമ്പാദ്യം? കള്ളു കുടിച്ചിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചിട്ടില്ല, നിസ്കാരം ഖദാഉ വന്നിട്ടില്ല എന്നുറപ്പ് വരുത്താൻ നമുക്ക് സാധിക്കുമോ? ഇതാണ് എനിക്ക് യുവാക്കളോട് ചോദിക്കാനുള്ളത്. നമ്മുടെ കുടുംബം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മളിൽ പ്രതീക്ഷകൾ അർപ്പിച്ചവർ, നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടവർ, അവരുമായുള്ള നമ്മുടെ ബന്ധം എന്താണ്? നമ്മുടെ അയൽവാസികളോടുള്ള ബന്ധം എന്താണ്? നിങ്ങൾക്കറിയാലോ, റസൂലുള്ളാഹി പറയാണ്, ഒരിക്കലും നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോവുകയില്ല ഏതുവരെ അയൽവാസിയോട് മാന്യമായി പെരുമാറാതെ. അന്യമതക്കാരോട്, അയൽവാസികളോട് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന ലാ യൻഹാകുമുല്ലാഹ് അനില്ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ വലൻ യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. സൂറത്ത് മുംതഹന 60-ാം അധ്യായം 8-ാമത്തെ വചനമാണ്. അല്ലാഹു നിങ്ങൾക്ക് നിരോധിച്ചിട്ടില്ല. എന്ത് നിരോധിച്ചിട്ടില്ല? അമുസ്ലിങ്ങളുമായി നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത അമുസ്ലിങ്ങളുമായി മൈത്രി ബന്ധം പുലർത്തുന്നതിനെ അല്ലാഹു നിങ്ങൾക്ക് നിരോധിച്ചിട്ടില്ല. അവരുമായി മൈത്രി ബന്ധം പുലർത്താനും, അവർക്ക് പുണ്യം ചെയ്യാനും, അവർക്ക് നന്മ ചെയ്യാനും, അവരോട് നീതിയോടുകൂടി വർത്തിക്കാനുമാണ് അല്ലാഹു നമ്മളോട് പറഞ്ഞത്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. മക്കളെ, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുതെന്നും മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നും അവരോട് എന്ന് പോലും പറയരുതെന്നും അല്ലാഹു 15-ാം അധ്യായം 23-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുകയാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. 15-ാം അധ്യായം 31-32 വചനമാണ്. വ്യഭിചാരത്തെ കൊണ്ട് നിങ്ങൾ അടുക്കരുത്, വ്യഭിചാരം നിങ്ങൾ ചെയ്യരുത്. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, ഹൃദയം കൊണ്ട്, പ്രത്യുൽപാദനവയം കൊണ്ട് ഒക്കെയുള്ള വ്യഭിചാരത്തെ കൊള്ളേ നിങ്ങൾ അടിച്ചു പോകരുത്. ദാരിദ്ര്യഭയത്താൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊല്ലരുത്, ഭ്രൂണഹത്യ ചെയ്യരുത്, സ്ത്രീധനം വാങ്ങരുത്, അതുപോലെ തന്നെ മദ്യപിക്കരുത്, അതുപോലെ പലിശയെ കൊള്ളേ അടുക്കരുത്. പലിശയുടെ ഏറ്റവും ചെറിയ തോത് 36 തവണ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പലിശയിൽ നിന്ന് മുക്തമാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പലിശയുടെ ഏറ്റവും ചെറിയ തോതുമായി ബന്ധപ്പെടൽ സ്വന്തം ഉമ്മയെ നിക്കാഹ് കഴിക്കുന്നതിന് തുല്യമാണെന്നും ഉമ്മയെ മണവാട്ടിയായി സ്വീകരിക്കുന്ന പാപകർമ്മമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരങ്ങളെ, പലിശ മനുഷ്യൻ ഉണ്ടാക്കാവുന്ന ദുരന്തങ്ങളെ കുറിച്ച് എത്രയോ രചനകൾ കേരള മണ്ണിൽ നടന്നിട്ടുണ്ട്. വായിക്കാനും പഠിക്കാനും നമ്മൾ സന്നദ്ധരാകണം. ഇന്ന് വീട്ടിലേക്ക് മടങ്ങിച്ചെന്ന്, നമ്മുടെ വീടുകളിലേക്ക് ചെന്ന് ചാനലുകൾ അരങ്ങ് തകർക്കുന്ന നമ്മുടെ വീട്, കാഫറുകളുടെ വിളയാട്ടമായ നമ്മുടെ വീട്, സംഗീതജ്ഞന്മാരുടെ വിളയാട്ടമായ നമ്മുടെ വീട്, ക്രിക്കറ്റ് താരങ്ങളുടെ വിളയാട്ടമായ നമ്മുടെ വീട്, മമ്മൂട്ടിമാരുടെ, മോഹൻലാൽമാരുടെ, കാവ്യമാധവന്മാരുടെ അഴിഞ്ഞാട്ടത്തിന്റെ കേന്ദ്രമായ ചാനലുകൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ വീട്, സഹാബികളെ പറ്റി പറയാൻ
അമ്പിയാക്കളെ പറ്റി പറയാൻ ഒന്നും നമുക്കിന്ന് അറിയില്ല, നമുക്ക് ബാധ്യതയില്ല എന്നൊരവസ്ഥാവിശേഷം ഇന്ന് വന്നിരിക്കുന്നു. ഓർക്കണേ, അല്ലദീന യത്തബിയൂന റസൂലൻ നബിയ്യൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. അല്ലാഹുവിന്റെ റസൂൽ, തൗറാത്തിലും ഇൻജീലിലും പേര് പറഞ്ഞ റസൂൽ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും നല്ലത് അനുവദിക്കുകയും ചീത്തയൊക്കെ വിരോധിക്കുകയും ചെയ്ത പ്രവാചക തിരുമേനി, ചീത്തയിൽ നിന്ന് വിട്ടു നിൽക്കാൻ, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻ മസ്ഊല, നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ ചിന്താശേഷിയും മത്സരയിൽ വിചാരണക്ക് വിധേയമാക്കപ്പെടും. പൊന്നാനിയിലെ മുസ്ലിങ്ങളെ, ചാനലുകൾ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പൊന്നാനിയിലെ യുവാക്കളെ, മദ്യത്തിൽ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പൊന്നാനിയിലെ യുവാക്കളെ, അളവിലും ദുഃഖത്തിലും കൃത്രിമം കാണിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് മോചനം നേടാൻ നിങ്ങൾക്ക് സാധിക്കുമോ? മാറിടം തുറന്നിട്ട് കാണിച്ച്, കൈത്തണ്ടകൾ കാണിച്ച്, ദുനിയാവിലെ ഭൗതിക പ്രബദ്ധതയിൽ ആഡംബര ഡ്രസ്സുകൾ ധരിച്ച, മോഡേൺ വസ്ത്രം ധരിച്ച, ഉമ്മയുടെ പൊക്കിൾ മറയുന്ന ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? തുളുമ്പി നിൽക്കുന്ന മാറിടത്തെ മൂടാൻ, ഉമ്മയോട് മഫ്ത ധരിക്കാൻ പറയാൻ ആണത്തമുള്ള യുവാക്കൾ ഇവിടെ ഉണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പോലെ ജീവിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ പൊന്നാനിയിലെ യുവാക്കളെ, മസിൽ പവർ ഉള്ളവരെ, ജീവിതത്തിൽ പലപ്പോഴും പല തിന്മകൾക്കും കൂട്ടുനിന്ന് പോയ യുവാക്കളെ, നിങ്ങളുടെ യൗവനം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമോ? നിങ്ങളുടെ യൗവനത്തെ കുറിച്ച് നാളെ മഹ്ശറയിൽ റബ്ബ് ചോദിക്കുമ്പോ, പടച്ചവനെ, എന്റെ യൗവനം ഒരു പാഴ്വേലയായിരുന്നില്ല, എന്റെ യൗവനം ചരിത്രത്തിന്റെ തീജ്വാലയായിരുന്നു, അർത്ഥവത്തായിരുന്നു എന്ന് പറയാൻ ഒരു യൗവനമുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് സഗൗരവമായ ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അതോടൊപ്പം വിശുദ്ധ ഖുർആൻ നിരന്തരമായി വായിക്കുന്ന, പഠിക്കുന്ന, വീടുകളിൽ മഗ്‌രിബിനും സുബഹിക്കുമൊക്കെ ഓതുന്ന, അതിന്റെ വ്യാഖ്യാനമായ ഹദീസുകൾ പഠിക്കുന്ന ഒരവസ്ഥാവിശേഷം നമുക്കുണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ചിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യത്തിന്റെ സത്പഥത്തിലൂടെ സഞ്ചരിച്ച് ഈമാനിക ചൈതന്യം നേടി ലോകത്തിന് പ്രശോഭ പരത്തുന്ന മഹാസ്വാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പടച്ച തമ്പുരാൻ ഹക്കിന്റെ കൂടെ ജീവിക്കാനും, ഹക്കിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കാനും, രക്തസാക്ഷിയാകാനും അള്ളാഹു നമുക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. മാതൃകാ യോഗ്യരായ യുവാക്കളായി തീരാൻ നമുക്കെല്ലാവർക്കും സാധിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء والأموات ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.